അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ-ളാലിമീൻ വഉസ്സല്ലി വഉസ്സല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ സാധ്യമാം വിധം ജീവിതത്തിൽ പകർത്താൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സിൽ ആദ്യമായി ഉംറക്ക് പോകുന്ന ആളുകളുണ്ടാവും. അതേസമയം മുമ്പ് ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിച്ച ആളുകളും ഈ സദസ്സിലുണ്ടാവും. ഹജ്ജും ഉംറയും മുമ്പ് നിർവഹിച്ചവരാണെങ്കിലും ആദ്യമായി ഉംറക്ക് യാത്ര പോകുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കുള്ള ഈ യാത്ര, ഈ ഉംറ കർമ്മം നിർവഹിക്കുവാനുള്ള ഈ മഹത്തായ നന്മയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും എന്തെന്നില്ലാത്ത ഈമാനികമായ ഒരാവേശവുമാണ്. നമ്മൾ മുമ്പ് എത്ര ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തെ നേർക്ക് നേരെ ഒന്ന് കാണുമ്പോൾ, ഹറമിലേക്ക് വലത് കാലി വെച്ച് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തെ നേർക്ക് നേരെ ഇങ്ങനെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയാണ്. നാളെ പരലോകത്ത് വെച്ച് പടച്ചറബിനെ കാണുന്ന രംഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗലോകത്ത് വെച്ച് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ശരിക്കും അള്ളാഹുവിനെ കാണാൻ പറ്റുമോ റസൂലേ? ആ, ശരിക്കും അള്ളാഹുവിനെ കാണാം. പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനേക്കാൾ പൂർണ്ണതയോടെ നിങ്ങൾക്ക് റബ്ബിനെ കാണാം. ഇത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമായ ചില വരികളും വർത്തമാനങ്ങളുമുണ്ട്. അന്ന് വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില ആളുകളുടെ മുഖങ്ങൾ പ്രകാശിതമായിരിക്കും. അവരല്ലാഹനെ നോക്കി നിൽക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതിനേക്കാൾ വലിയ മറ്റൊരു സന്തോഷവും ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ്. എന്തായിരിക്കും അപ്പം ആ രംഗം? അതിന് സാക്ഷികളായ വിശ്വാസികളുടെ കണ്ണു നിറഞ്ഞു അന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്തോഷ വർത്തമാനം അറിയിച്ചപ്പോൾ. അള്ളാഹുവിനെ കാണാനുള്ള മഹാസൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹവും അവൻ്റെ ഔദാര്യമാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ആ മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും രക്ഷിതാക്കളെയും നമ്മുടെ പിന്തലമുറയെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ഭവനം കാണുമ്പോഴുള്ള സന്തോഷമാണ്. സ്വാഭാവികമായും അതൊരു വല്ലാത്ത വൈകാരിക നിമിഷങ്ങളാണ്. അത് നിങ്ങൾക്ക് ആദ്യമായി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യമായി കാലെടുത്ത് വെച്ച ആളുകൾക്കെല്ലാം അനുഭവപ്പെട്ട ഒന്നാണ്. ആ ഒരു സന്തോഷവും ആ സമയത്തുള്ള ഒരു ഈമാനികമായ ഒരു ഈമാനികമായ ഒരു വല്ലാത്ത ഔന്നിത്യവും അത് ഒരു വല്ലാത്ത അനുഭവമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും കഴിയില്ലല്ലോ. ഇനി നമ്മൾ എത്ര വട്ടം ഉംറ ചെയ്താലും പിന്നെയും ഇനി നമ്മൾ ഈ ബുധനാഴ്ചയല്ല യാത്ര നമ്മളവിടെ എത്തി. അപ്പോഴും അള്ളാഹുവിൻ്റെ ഭവനത്തെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ
ആ സന്തോഷം പിന്നെയും അത് ആവർത്തിക്കപ്പെടുകയാണ്. നമ്മൾ ഉംറയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി വന്നാൽ പോലും പിന്നെയും 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 പോകണമെന്നൊരു വിശ്വാസി വല്ലാതെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനം, ആ മണ്ണ്, അത് ശ്രദ്ധേയമാണ്. അപ്പം അതുകൊണ്ട് ഇത്തവണ ഉംറ ചെയ്യാൻ അവസരം കിട്ടിയ ആളുകളെന്ന നിലയിൽ ഈ അവസരം നമുക്ക് കനിഞ്ഞു നൽകിയ റബ്ബിന് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങളിൽ എത്ര ആളുകൾക്കാണ് ഉംറയും ഹജ്ജും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്? അപ്പം അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അപ്പം ആ അവസരത്തിന് അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയമുള്ളവനും അങ്ങേയറ്റം പടച്ച റബ്ബിന് നന്ദി രേഖപ്പെടുത്താനും നമുക്ക് കഴിയണം. അവസരം തന്നിട്ട് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അതിൽ വളരെ പ്രധാനമാണ് നമ്മുടെ നിയ്യത്ത്. ഇത് ഏത് കാര്യമാണെങ്കിലും, നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും ഏതൊരു സൽക്കർമ്മമാണെങ്കിലും നിയ്യത്ത് മർമ്മമാണ്. നിയ്യത്ത് മർമ്മപ്രധാനമാണ്. പല ക്ലാസ്സുകളിലും ഖുതുബയിലൊക്കെ നമ്മൾ കേട്ട് 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 ഇങ്ങനെ തഴമ്പിച്ച ഒന്നാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. സകല കർമ്മവും അതിൻ്റെ അടിസ്ഥാനം നിയ്യത്താണ്. നിയ്യത്തനുസരിച്ചാണ് അള്ളാഹ് കൂലി തരിക. നമ്മുടെ ഉംറയുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ ഉംറ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ തേട്ടം എന്താണ്, താല്പര്യം എന്താണ് എന്ന് പടച്ച റബ്ബ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാവും. അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും അവനിൽ നിന്നുള്ള പരിഗണനയും അവൻ്റെ കാരുണ്യവും അവനിൽ നിന്നുള്ള സ്വർഗവും അവൻ്റെ വജ്ഹും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നതെങ്കിൽ അത്ര കണ്ട് അള്ളാഹു നമ്മുടെ ആ തേട്ടത്തിന്, നമ്മുടെ നിയ്യത്തിന്, നമ്മുടെ ഉദ്ദേശശക്തിക്ക്, ഉദ്ദേശശുദ്ധിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണന ഉണ്ടാവും. അതല്ല ഞാൻ 5 ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ 10 ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ 12ാമത്തെയാണ് എന്ന് എണ്ണം പറയാനാണെങ്കിൽ അത് അത്രക്കത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അബ്ദുൽ വഹാബ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ഇതൊരു ടൂർ പരിപാടിയല്ല, ഒരു വിനോദയാത്രയല്ല. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പുണ്യവും അവനിൽ നിന്നുള്ള വജ്ഹും പ്രതീക്ഷിച്ചു കൊണ്ടുള്ള യാത്രയാണ്. അതിനെന്തെന്നില്ലാത്ത പരിഗണന പടച്ച റബ്ബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ യാത്രയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന സ്വാഭാവികമാണ് ഏത് പ്രയാസങ്ങളെയും തുറന്ന മനസ്സോടെ ഈമാനികമായ ഉണർവോടുകൂടെ നോക്കിക്കാണാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പം നിയ്യത്ത് വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും മനസ്സിൻ്റെ താല്പര്യവും അള്ളാഹു കൃത്യമായി പരിശോധിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറയണം നമുക്ക്. പഠിച്ചോനെ നീ നോക്കിക്കോ, നിന്റെ കൂലിയും നിന്റെ വജ്ഹും അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കണില്ല. ഇപ്പം രക്ഷിതാക്കളായി വാപ്പാനെയും ഉമ്മാനെയും കൂട്ടി ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്, ഭാര്യയെയും മക്കളെയും കൂട്ടി ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തേ നമ്മുടെ താല്പര്യം? പഠിച്ചോനായി നിന്റെ സ്വർഗത്തിൽ നിന്റെ ഉപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ, എൻ്റെ ഭാര്യയോടൊപ്പം, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ പൊന്നു മക്കളുടെ കൂടെ, എൻ്റെ പേരമക്കളോടൊപ്പം, എൻ്റെ സഹോദരങ്ങളോടൊപ്പം നാളെ സ്വർഗം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനുള്ള മഹാസൗഭാഗ്യത്തിന് വേണ്ടിയുള്ള നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധേയമായൊരു സൽക്കർമ്മമാണ് ഉംറ. അപ്പം ആ ഒരു മനസ്സും ആ ഒരു നിയ്യത്തും വളരെ പ്രധാനമാണ്. ആ ഒരു അർത്ഥത്തിലുള്ള ഉദ്ദേശവിശുദ്ധിയും ശുദ്ധിയും നമുക്കുണ്ടാകണമെന്നർത്ഥം. ഇനി നമുക്ക് കടന്നു പോകാനുള്ളതാകട്ടെ, ഇപ്പം ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം, ഉംറയുടെ ഓരോ ഘട്ടത്തിലുള്ള ഓരോ കർമ്മങ്ങളും അതെങ്ങനെ ചെയ്യണം, തവാഫ് എങ്ങനെ, അതോടൊപ്പം തന്നെ ഹജറുൽ അസ്വദ് എന്താണ്, ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്, മഖാമി ഇബ്രാഹിമിൽ നമ്മൾ ചെയ്യേണ്ട നന്മ എന്താണ്, സഫാ മർവയിലെ സഈ എങ്ങനെയാണ്, ഇതൊക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു കർമ്മരൂപം എന്ന നിലയിൽ തന്നെ ബഹുമാന്യനായ പണ്ഡിതൻ മിസ്അബ് ഇസ്ലാഹി ഇവിടെ വിശദീകരിക്കും. ഞാൻ അതിലേക്ക് പോവുകയല്ല, അതിൻ്റെ മർമ്മപ്രധാനമായൊരു വിഷയത്തെ, ഒരു വശത്തെ സൂചിപ്പിച്ചു എന്ന് മാത്രം. മാത്രമല്ല, ഈ ഉംറ കൊണ്ടുള്ള നമുക്കുള്ള മറ്റൊരു മെച്ചമെന്താ, മഹത്തായൊരു നേട്ടവും മെച്ചവും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ. നമ്മളൊരു ഉംറ ചെയ്തു, അടുത്തൊരു ഉംറ, ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ മാത്രം മഹത്തരമായ നന്മയാണിത്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നു.
സഹാബി വര്യന്മാർ നബി എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ഉംറ ചെയ്തു. ലോകത്തിന് അവർ കാണിച്ചു കൊടുത്തു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജും ഉംറയും ചെയ്തതിൻ്റെ പൂർണ്ണമായ രൂപം പ്രമാണങ്ങളിൽ സ്വഹീഹ് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മുന്നിലുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് തോന്നുകയാണ് സുബഹി പന്തിനെ 2 ഒരു 3 ഉണ്ടാക്കാം, വകുപ്പില്ല. മഗ്രിബ് എന്താ ഒരു 3 ആക്കിയത്, 2 ആക്കിയാൽ മതി, വകുപ്പില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു ആരാധനാ കർമ്മങ്ങളും നമ്മുടെ സ്വന്തം വകയായി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനപ്പോൾ ഒരു 7 തവാഫ്, അത് കുറഞ്ഞു പോയി, 10 ആക്കാം, അല്ലെങ്കിൽ ഒരു 15 കിടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട 7 14 കിടക്കട്ടെ. ഇല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അതേപോലെ ചെയ്യാം. പിന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കും. ഞാൻ അതിൽ പോകുന്നില്ല. അപ്പോൾ എന്ത് കാര്യത്തിലും അതേപോലെ തന്നെ സഅയാണെങ്കിലും എന്തിനാ ഇപ്പോൾ സഫയെന്ന് തുടങ്ങുന്നത്, മറുവിനാണ് തുടങ്ങിയ പോലെ അത് മലയല്ലേ? അല്ല, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിൻ്റെ ആയത്ത് പറയുന്നു, സഫയും മർവയും അല്ലാഹുവിൻ്റെ ശആഇറുകളാണ്, ചിഹ്നങ്ങളാണ്. എവിടെ നിന്നാണ് സഅയ് തുടങ്ങേണ്ടതെന്ന് നബി കാണിച്ചു തന്നു. അവിടെ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആവണം നമ്മുടെ ഉംറ. പിന്നെ നമ്മളിപ്പോൾ ഖത്തറിൽ ഒരുപാട് പള്ളികളിൽ നിസ്കരിച്ചു, നാട്ടിലും ഒരുപാട് പള്ളികളിൽ നിസ്കരിച്ചു. ആ പുണ്യവുമെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഉംറയുടെ ഭാഗം എന്നോണം നമ്മൾ മസ്ജിദുൽ ഹറമിൽ എത്തിയിട്ട് അവിടെയാണ് ഒരു വക്ത് നിസ്കരിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? എത്ര ഇരട്ടിയാ? എത്രയാ? എത്രയാണ്? 1000 ആണോ 1,00,000 ആണോ? 1,00,000. ഇപ്പം എന്തായിരിക്കും കൂലി? ചില്ലറ കാര്യ. ഇപ്പം നമ്മളിപ്പോൾ ഇശാസ്കരിച്ചു ഇവിടെ, ഇത് മക്കത്താണ് നിസ്കരിക്കണമെങ്കിൽ എത്ര ഇരട്ടി കൂലിയായി? 1,00,000. ഇവിടുത്തെ ജമാഅത്തിന് 27 ഇരട്ടി കൂലിയുണ്ട്, മക്കത്തെ ജമാഅത്തിനും 27 ഇരട്ടി കൂലിയുണ്ട്. ഈ ലക്ഷത്തിൻ്റെ കണക്ക് അവിടെ ഉണ്ട്. അപ്പം എത്തായിരിക്കും കൂലി? ചെറിയ കാര്യ. എത്ര സൗഭാഗ്യമാണത്, എത്ര മഹാഭാഗ്യാണത്. അപ്പം ആ മഹാഭാഗ്യത്തിന് സാക്ഷികളാകുന്നവരെന്ന നിലയിൽ ആ ഒരു ബോധത്തോടെയും ബോധ്യത്തോടെയും ആകണം ഹറമിലെ ഓരോ നിസ്കാരത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. ഭയങ്കര ആവേശത്തിലൊക്കെ നമ്മൾ പോകും. ആദ്യം ഒരു ദിവസമൊക്കെ എത്തി, അവിടെയൊക്കെ കറക്റ്റ് ജമാഅത്തിനൊക്കെ എത്തി. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പിന്നെ ളുഹറിന് കാണാനില്ല, അസറിനും ഇല്ല. പിന്നെ മഗ്രിബിന് ഇങ്ങനെ വന്നു, പിന്നെ ഇശാന് പോയി വീട്ടിൽ പോയി കിടന്നിറങ്ങി. അങ്ങനെ ആകരുത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷങ്ങൾ കൊയ്തെടുക്കുവാനുള്ള ഈ അവസരത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. സാധാരണ നമ്മളിവിടെ ലുലുവിലൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ ചാടി വീഴുമല്ലോ, സ്വാഭാവികമാണല്ലോ. മനുഷ്യന് ഓഫറിന് പിന്നാലെ നമ്മൾ അന്വേഷിക്കും എവിടെയാണ് നല്ല സാധനം, കുറച്ച് വരിയിൽ കൂടുതൽ മെച്ചമുള്ള കിട്ടുക. ഇവിടെ നമ്മൾ നിസ്കരിക്കണം 4 റക്അത്ത് തന്നെ ഇശ. അത് മക്കത്തും ഹറമിലും 4 റക്അത്ത് തന്നെയാണ്. റക്അത്തിന് എണ്ണ കൂടുതലൊന്നുമില്ല. പക്ഷേ പടച്ചറബ് നൽകുന്ന ഒരു വലിയ വമ്പൻ ഓഫറാണ്, വമ്പൻ കൂലിയാണ്. ഇപ്പം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതേസമയം മസ്ജിദ് നബവിയിലാണെങ്കിൽ കൂലി എത്ര? ഇവിടെ പറഞ്ഞു എത്രേ? മക്കത്ത് ഹറമിൽ 1,00,000. മസ്ജിദ് നബവിയിലാണെങ്കിലോ 1000. 1000 അവിടുത്തെ പ്രതിഫലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അതും നമുക്ക് അവസരം കിട്ടുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി അത് ഉംറയുടെ ഭാഗമല്ലെങ്കിലും അത് മദീന സിയാറ, അതൊരു പുണ്യകരമായ കാര്യമാണ്. 3 പള്ളികൾക്ക് മാത്രമേ തീർത്ഥയാത്ര നടത്താൻ പറ്റുള്ളൂ. മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവി, മസ്ജിദുൽ അഖ്സ, 3 പള്ളികൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധത്തോടെയും ബോധ്യത്തോടുകൂടെയും ആകണം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായൊരു കാര്യം, ലോകത്ത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു മതാചാരം നമുക്ക് ചുറ്റുമുള്ള മതസമൂഹങ്ങളിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രദക്ഷിണം ചെയ്യാൻ അറിയില്ലേ? അറബിയിൽ പറയുന്നതാണ് തവാഫ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തവാഫ് ചെയ്യാനുള്ളത് മസ്ജിദുൽ ഹറമിൽ അള്ളാഹുവിൻ്റെ വീടിനെ കഅബാലയത്തെ മാത്രമാണ്. വേറെ ഒരു സ്ഥലവും നമുക്ക് തവാഫ് ചെയ്യാൻ വകുപ്പില്ല. ഖത്തറിൽ ഏതെങ്കിലും പള്ളി തവാഫ് ചെയ്യാൻ പറ്റുമോ? നാട്ടിലേതെങ്കിലും പള്ളി പോയി തവാഫ് ചെയ്യാൻ പറ്റുമോ? ഒരു വകുപ്പില്ല. മസ്ജിദ് നബവി തവാഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മസ്ജിദുൽ അഖ്സയിൽ പോയി തവാഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒറ്റ തവാഫുള്ളൂ, അത് കഅബാലയത്തെ മാത്രമേ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതുകൊണ്ട്
ആ ഒരു ഈമാനികമായ ഉണർവോടുകൂടെയും ബോധ്യത്തോടുകൂടെയും ആകണം അള്ളാഹുവിൻ്റെ ഭവനത്തെയും നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമായി കൊണ്ടാകണം ഈ ഉംറയെ നമ്മൾ കാണേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിശാലമായി കിടക്കുന്ന മരുഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇന്ന് കാണുന്നൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ മണ്ണും പ്രദേശവും ഉണ്ടായിരുന്നത്. കുറേ മലകൾ, പരന്ന് കിടക്കുന്ന, കണ്ണത്താദൂരെ പരന്ന് കിടക്കുന്ന മരുഭൂമി, മൂർച്ചയുള്ള കല്ലുകൾ, കൂർത്തു നിൽക്കുന്ന മരുഭൂമികൾ, അതേപോലെ തന്നെ വലിയ മണൽത്തിട്ടകളുമുള്ള ഒരു വിജനമായൊരു പ്രദേശം. അവിടെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നോണം സംസം ഉണ്ടാകുന്നത്. അത് കുടിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഉണ്ടാവുകയാണ്. നിങ്ങൾ എന്തിനാണോ അത് കുടിക്കണത് അതിനുള്ളതാണ്. മാ ഉൻ മുബാറക്, അനുഗ്രഹീതമായ വെള്ളമാണത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെള്ളം കുടിക്കണ പോലെ അല്ലത്. മാ ഉൻ മുബാറക്, അനുഗ്രഹീതമായ വെള്ളം. നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാണത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സംസം കുടിക്കാൻ മുഅ്മിനുകൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ മുനാഫികൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും സംസം കുടിക്കാൻ. സംസം നമ്മുടെ ഈമാനിൻ്റെ കനനുസരിച്ച് നമ്മൾ കുടിക്കും. അല്ലാത്തവർ കുറച്ച് കുടിച്ചിട്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നോക്കി, അപ്പം നമ്മുടെ ഈമാനിൻ്റെ അളവ് നമുക്ക് തന്നെ തൂക്കി നോക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പം അതുകൊണ്ട് മാവു സംസം യഥേഷ്ടം നമുക്ക് കിട്ടും. സാധ്യമാം വിധം അത് കുടിക്കുക, പ്രാർത്ഥിക്കുക. സംസം കുടിച്ചുള്ള പ്രാർത്ഥനകൾ പരിഗണനീയമാണ്. നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തിരിച്ച് സംസം കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മുന്നിൽ ജ്വലിക്കുന്ന മാതൃകയാണ്. ഇബ്രാഹിം ഈ കുടുംബവും മാതൃകയാണ്. ഞാൻ അതിലേക്ക് ഒരുപാട് വിശദീകരണത്തിലേക്ക് പോവുകയല്ല. വിശാലമായ മരുഭൂമിയിൽ ഹജറ ബീവിയെ നിർത്തി, തൻ്റെ പൊന്നുമകനെ നിർത്തി ഇബ്രാഹിം നബി മടങ്ങിപ്പോകുന്നൊരു രംഗം നമുക്ക് തഫ്സീറുകളിൽ കാണാം. ആ സമയത്ത് ഹാജറ ബീവി ചോദിക്കേണ്ട ഇബ്രാഹിം നബിനോട്, യാ ഇബ്രാഹിം അയിന തദ്ഹബ്, അല്ല നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ പോണേ? ഒരു മനുഷ്യനില്ല ഈ പ്രദേശത്ത്, ഒന്നും കാണാനില്ല. ഇവിടെ വിശാലമായി ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് താങ്കൾ എങ്ങോട്ടാ പോണേ? അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇബ്രാഹിം നബി അങ്ങനെ ചെയ്യണമെങ്കിൽ, ഇബ്രാഹിം നബി കടുത്ത മനസ്സിനുടമയൊന്നുമല്ലല്ലോ, വിശാലമായ മനസ്സിനുടമയാണ്. എന്ത് നല്ല മാതൃകാ വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യ ചോദിക്കുന്നത്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലയോ ഇബ്രാഹിം, ഭർത്താവിനോട് ചോദിക്കണം, അല്ല ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയണ, നാം, അതെ, അല്ല പറഞ്ഞിട്ടാണ്. തിരിച്ച് ഭാര്യയുടെ പ്രതികരണം, ഇതൻ ലാ യുളയ്യുഅന അല്ലാഹ്, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല, താങ്കൾക്ക് പോകാം. എന്താണ് ആ ഈമാൻ? നമ്മളാണെങ്കിലോ എന്താ പറയുക? ഒരു മനുഷ്യൻ്റെ വീട്ടിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് എവിടേക്കാണ് പോകണം ചോദിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഹാജർ പറയുന്ന, ഹാജറിൻ്റെ ഈമാനിൻ്റെ വലിപ്പം നമ്മൾ കാണുകയാണ്, നമ്മുടെ ഉമ്മാൻ്റെ ഈമാനിൻ്റെ വലിപ്പം. എങ്കിൽ താങ്കൾക്ക് പോകാം, ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബേജാറാകണ്ട, ഞങ്ങൾക്ക് കാവലായി, തുണയായി, തണലായി ഞങ്ങളുടെ റബ്ബുണ്ട്, പ്രശ്നമല്ല, നിങ്ങൾക്ക് പോവാം. ആ തണലും തുണയും കാവലുമാണ് സംസത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇന്ന് ലക്ഷങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ലബ്ബൈക ചൊല്ലി ആ ഹറമിൻ്റെ പരിസരത്ത് അണഞ്ഞു ചേരുന്നത്. അപ്പോൾ ഇത് മഹാസൗഭാഗ്യമാണ്. അപ്പോൾ ആ സൗഭാഗ്യം ലഭിച്ചവരെന്ന നിലയിൽ ഈമാനികമായ ഉറപ്പോടെ, ഈമാനികമായ ആവേശത്തോടെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതിന് പ്രകാരം ഉംറ നിർവഹിക്കുക. നമ്മളുടെ യാത്രയിലെ ഓരോ സമയത്തുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ വിലപ്പെട്ടതാണ്. ഇഹ്റാമിലൊക്കെ പ്രവേശിച്ച് കുറച്ച് നേരമൊക്കെ വേണ്ട തൽബിയത്ത് ചൊല്ലും, പിന്നെ ആളുകളാണ്ടൊക്കെ നിർത്തി, പിന്നെ അവിടെ എത്തുമ്പോഴാണ്. അല്ല, അത് നമ്മുടെ ഹൃദയത്തിലും നാവിലും ഇങ്ങനെ നിരന്തരം ഉയർന്നു പൊങ്ങേണ്ട അനുഗ്രഹീതമായ മന്ത്രങ്ങളാണ് എന്ന ബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ
നിൻ്റെ ഭവനത്തെ തവാഫ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ വല്ലാത്ത ആഗ്രഹവുമായി നിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞങ്ങളുടെ വഴിമാർഗം നീ എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ യാത്രാ പാഥേയമായി തഖ്വയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ. തഖ്വ നൽകി ഭദ്രമായ ഈമാനികമായ ഉണർവോടെ നിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതിൻ പ്രകാരം ഉംറ നിർവഹിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അർഹമുറാഹിമിനായ നാഥ, ഞങ്ങൾ ചെയ്യുന്ന ഈ നന്മ, ഈ പുണ്യം നാളെ പരലോകത്ത് ഞങ്ങളുടെ സ്വർഗപ്രവേശത്തിന് സഹായകമാക്കി നീ സഹായിക്കുമാറാകട്ടെ. കഅബാലയം കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എത്ര വട്ടം കണ്ടാലും പിന്നെയും കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് നിൻ്റെ വീടിനെ. അതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ പരലോകത്ത് നിന്നെ കാണണമെന്ന ആഗ്രഹം ഞങ്ങളുടെ മനസ്സുകളിൽ പതഞ്ഞു പൊങ്ങുന്നുണ്ട്. ആ മഹാസൗഭാഗ്യം നൽകി, നിന്നെ കാണാനുള്ള മഹാനുഗ്രഹം നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമുക്ക് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തുന്ന സൂപ്പർ പേഴിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായിട്ട് ഉംറയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മിസ് അബിസ്ലായി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംറ നിർവഹിക്കേണ്ടതിൻ്റെ അനിവാര്യത, അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുമ്പോൾ ഓരോ ഹാജിയുടെയും മനസ്സിലുണ്ടാകേണ്ടതായ താല്പര്യം, അവരുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ബഹുമാന്യനായ സുബൈർ പീഡിയക്കൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ശബ്ദം ക്ലിയറാണോ? അപ്പോൾ ഇനി ഉംറ എങ്ങനെ നിർവഹിക്കണം എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മിസ്ഹബ് എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിലെ കൊച്ചി ഇസ്ലാഹി സെൻറ്ററിലെ ദായിയായി പ്രവർത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാനായിരിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിലെ ഒരു ബസ്സിലെ അമീറായിട്ടുണ്ടാവുക. പടച്ചറബ് നമുക്കെല്ലാവർക്കും വളരെ ഭംഗിയായി പോയി തിരിച്ചു വരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉംറ നിർവഹിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ. അപ്പോൾ ഈ കൂട്ടത്തിൽ ആദ്യമായി ഉംറ നിർവഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക, ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയാ. കൈതാത്തിക്കോളൂ. ഇൻഷാ അല്ലാഹ്. മഷ്കൂർ സാർ. അപ്പോൾ ഉംറ നിർവഹിക്കേണ്ടതിൻ്റെ രൂപം ഇതിനു മുമ്പ് ഉംറ നിർവഹിച്ചവർക്ക് അറിയാം, പക്ഷേ ഒരു ക്ലാസിൻ്റെ ആവശ്യം കൂടിയുണ്ട് എന്ന നിലക്കാണ് പല ആളുകളും. യഥാർത്ഥത്തിൽ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാൾക്ക് ഉംറ നിർവഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇന്ന് നമ്മൾ സാധാരണ എന്തെങ്കിലും അറിവ് നേടണമെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇവിടെ വന്ന് ഞാൻ പോകുന്ന സംഘത്തിനോടൊപ്പം ചേർന്ന് അവിടെ വരുന്ന ആളുകൾ എന്താണോ പറയുന്നത് കേൾക്കാൻ വേണ്ടി സമയമൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ഈ സമയം നമ്മൾ അതിനുവേണ്ടി ചെലവ് ചെയ്തതിന് അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെ നമസ്കരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് ഹബീബുന മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക, എങ്ങനെ നിങ്ങൾ കണ്ടുവോ അതുപോലെ നിസ്കരിക്കുക. ഇതേ വിഷയമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യം. ഖുദു അന്നി മനാസിക്കക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ഉംറ കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നത് ഞാൻ എങ്ങനെ ചെയ്യുന്നു അത് നോക്കി പഠിക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? സമൂഹത്തിൽ അക്കാലഘട്ടത്തിൽ ഹജ്ജ് ഉണ്ടായിരുന്നു, ഉംറ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ തൃപ്തി, പടച്ചറബിൻ്റെ കൽപ്പന, അതുപോലെ അല്ലായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഹജ്ജിൻ്റെ മാസങ്ങളിലല്ലായിരുന്നു പല ആളുകളും ഹജ്ജ് നിർവഹിച്ചത്. തവാഫിൻ്റെ സമയത്ത് ചില ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ തന്നെ മാറ്റി അവർ വിവസ്ത്രരായിട്ടാണ് തവാഫ് ചെയ്തിരുന്നത്. മാത്രമല്ല, മറ്റൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നത്, ഹജ്ജിനോ ഉംറക്കോ പോയി എന്തെങ്കിലും ഒന്ന് മറന്ന് തിരിച്ചു വന്നാൽ യഥാർത്ഥ മെയിൻ ഡോറിലൂടെ കയറരുത്, പുറകിലൂടെ കയറണം. ഇങ്ങനെ പല വിശ്വാസങ്ങൾ അവർക്കുണ്ടായിരുന്നു, വികലമായ വിശ്വാസങ്ങളും ആചാരങ്ങളും. അപ്പൊ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ എങ്ങനെ ഉംറ നിർവഹിക്കണം, എങ്ങനെ ഹജ്ജ് നിർവഹിക്കണം എന്നത് ഞാൻ എങ്ങനെ നിർവഹിക്കുന്നോ അതുപോലെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഹദീസുകളിൽ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ, ആദ്യമായി ഉംറ നിർവഹിക്കുന്നവരാരാണ്? കുറെ ഉമ്മമാർ, കുറെ സഹോദരിമാർ, കുറെ സഹോദരങ്ങൾ. ഇവിടെ ഉള്ള ഓരോരുത്തരും മനസ്സിലാക്കുക, ഇന്നത്തെ ക്ലാസ് നമ്മൾ കേട്ടു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ആ തിക്കുതിരക്കിൽ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ ഉംറ മുഴുവനും നിർവഹിച്ച് ഇനി റൂമിലേക്ക് പോകുള്ളൂ എന്നൊരു കോൺഫിഡൻറ്റോട് കൂടിയായിരിക്കണം നമ്മൾ പോകേണ്ടത്. കുറച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്. ഇവിടുന്ന് നമ്മളെല്ലാവരും ഒരു അമീറിൻ്റെ നേതൃത്വത്തിൽ പോകും. എന്നിട്ട് അവിടെ എത്തും. അവിടെ നിന്ന് കൃത്യമായി പറയും, മാതാപിതാക്കൾ മക്കളുടെ കൈപിടിക്കുക, ഓരോ ഫാമിലി ഉള്ളവരും അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. കാരണം നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ തിരക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പല സ്വഭാവമുള്ളവരും പല രീതിയുള്ളവരുണ്ട്. നമുക്ക് ലക്ഷ്യം മാത്രമല്ല, മാർഗം കൂടി പ്രധാനമാണ്. പല രാജ്യത്തിലുള്ളവർ അവരവരുടെ കായികക്ഷമത അവരവിടെ കാണിക്കും. നമ്മളിങ്ങനെ ഒരു ക്യൂ ആയി ഇങ്ങനെ പോകാൻ ശ്രമിച്ചാൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് അഥവാ നമ്മൾ തെറ്റിപ്പോവുകയാണ്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൈവിടരുത്. ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഏതാണ്, ഭർത്താവിൻ്റെ നമ്പർ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അഥവാ കുട്ടികളുടെ കയ്യിൽ ഇതുപോലൊരു ചീട്ട് വെച്ച് കൊടുത്താലും, ഞാൻ ഉംറ എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാണ്. പല ആളുകൾ ഇത് കേട്ടുപോകും. എന്നിട്ട് അവിടെ എത്തുമ്പോൾ സഈൻ്റെ സമയത്ത് നോക്കുമ്പോണ്ട് കുറച്ച് ആളുകൾ അവിടെ ഇരുന്ന് കരയുണ്ട്, മക്കളെ കാണില്ല, ഭാര്യയെ കാണില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്താണ്. എത്രയൊക്കെ കൂടെ ഉണ്ടായിരുന്നാലും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി, നമ്മൾ ധൃതിയുടെ ആവശ്യമില്ല. ധൃതിയിൽ നടക്കേണ്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ ധൃതി നടക്കേണ്ടതുള്ളൂ. പുറകിൽ ആളുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ സ്പീഡിൽ പോകണമെന്നില്ല. ചില ആൾക്കാർ വല്ലാത്ത സ്പീഡിൽ പോകും. അപ്പോൾ ഉംറ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ കൂടെയുള്ളവർ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുകൊണ്ട് കൈവിടൂല. അഥവാ ഒന്ന് തെറ്റിപ്പോകുകയാണെങ്കിൽ നോട്ടം വെക്കുക, കുട്ടികളെ ഒരിക്കലും വിടാതെ നോക്കുക. ഇതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ വളരെ കാലങ്ങൾ മുതൽ തന്നെ നമ്മൾ ഉംറ ഹജ്ജ് എന്നൊക്കെ കേൾക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്ന് മറുപടി പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ മക്ക, മദീന അല്ലെങ്കിൽ ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുമ്പോൾ ചില സ്ഥലങ്ങൾ, ചില ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം ഹജറുൽ അസ്വദ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ നിങ്ങൾ ഈ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും പദങ്ങൾ, വേറെ ഏതെങ്കിലും പേരുകൾ ഒന്ന് പറഞ്ഞേ. മക്കാം ഇബ്രാഹിം, പിന്നെയോ ഇഹ്റാം, മത്താഫ്, പിന്നെ സഫ മർവ. ബാക്കിലുണ്ടോ? ഇനി ഫ്രണ്ടിൽ നിന്ന് പറയണ്ട, ഇനി ബാക്കിൽ നിന്ന് പറയട്ടെ. വേറെ ഏതാ ഉള്ളത്? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കണ്ടല്ലോ, സംസം വെള്ളം. ഇനി എന്തെങ്കിലും ഉണ്ടോ? സഫ മർവ. ഓക്കെ. അപ്പൊ ഇതൊക്കെ പേരുകൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ പേരുകൾ എന്താണെന്ന് കേട്ട മാത്രം ആളുകളുണ്ട്, അത് നേരിട്ട് കാണാൻ പോകുകയാണ് നമ്മൾ. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിൽ, പടച്ചോനെ, വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമാണത്. ഫാമിലി ആയിട്ട് ഇവിടെ പോകുന്നവരുണ്ട്, അവരുടെ മനസ്സിൽ ചില ആളുകൾക്ക് വർഷങ്ങളോളം അടുപ്പിച്ച് ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് അവിടെ എത്തണമെന്നില്ല. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എത്തുള്ളൂ. നമ്മുടെ നിയ്യത്തുണ്ടാകാം, പക്ഷേ പടച്ച റബ്ബിന്റെ തീരുമാനം വേണം. നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങൾ
ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വിസ എടുത്തിട്ടുണ്ട്. പോകേണ്ടതായ 1-2 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ ഇടേണ്ട വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ഉംറയുടെ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, പിന്നെ എടുക്കേണ്ടതായ മരുന്നുകൾ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ മനസ്സിലൊരു തയ്യാറെടുപ്പ് വേണം. നമ്മൾ പോകാൻ പോകുന്നത് വെറും ഒരു യാത്രയല്ല, മറിച്ച് അള്ളാന്റെ അതിഥികളായിട്ടാണ് പോകാൻ പോകുന്നത്. അള്ളാഹുവിന്റെ അതിഥികളായി എന്നാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചത്, അന്നു മുതൽ മലമ്പാതകൾ താണ്ടി ദാഹവും വിശപ്പും സഹിച്ച് ഒട്ടകപ്പുറത്തും നടന്നും ചില ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകാൻ പോകുന്നത് നല്ല AC ബസ്സിലാണ്. പക്ഷെ AC ബസ് ഉണ്ടായിട്ട് കാര്യമില്ല, അള്ളാന്റെ തൗഫീഖ് കൂടി വേണം. അതിനാദ്യം വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പടച്ചോനെ, എൻ്റെ നിയ്യത്താണത്, ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നിൽ തവക്കുലാക്കിയാണ്, എനിക്ക് എൻ്റെ ഈ ആഗ്രഹം നിർവഹിക്കാൻ കഴിയണേ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം മാനസികമായ ഒരു ഒരുക്കമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇനി നമുക്കതിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ കർമ്മം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ചില വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം, ചില പേരുകൾ നിങ്ങൾ കൈകൊണ്ട് അതൊന്ന് എണ്ണം പിടിക്കുക. ഇഹ്റാം പറഞ്ഞേ, മീഖാത്ത്, തവാഫ്, ഹജറുൽ അസ്വദ്, റുക്കുനുൽ യമാനി. ഒന്നുകൂടെ, ഇഹ്റാം, മീഖാത്ത്, തവാഫ്, ഹജറുൽ അസ്വദ്, റുക്കുനുൽ യമാനി. ആ കഅബയുടെ അത് സമയം വരെ എടുത്തോളാം. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ. ഇനി അടുത്ത ബാക്കിൽ പറ. മീഖാത്ത്, ഹജറുൽ അസ്വദ്. ശരി. അപ്പൊ ഈ 5 കാര്യങ്ങൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരു സഹോദരൻ എന്നോട് ഒരു ആശങ്ക പങ്കുവെച്ചു. ഉസ്താദെ, കുറെ കാലമായി ഉംറക്ക് പോണുണ്ട്, യാത്ര ആക്കുന്നുണ്ട്, പക്ഷെ എത്രയൊക്കെ കഴിഞ്ഞാലും അത് പിന്നെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു അക്കാശക്കാണ്. ഇത് അവിടെയാണോ, അതിവിടെയാണോ, ഇതിങ്ങനെയാണോ, അതിപ്പോഴാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇനി ഏത് കാലം ഉംറ ചെയ്താലും ഇത് നമ്മൾ മറക്കരുത്. ആദ്യം നമ്മൾ ഇഹ്റാമിലാണ് പ്രവേശിക്കാൻ പോകുക. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉംറക്കോ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന നിയ്യത്തും അതിൻ്റെ വസ്ത്രവും ധരിക്കുക. ഒന്നുകൂടെ, ഹജ്ജോ ഉംറയോ നിർവഹിക്കുവാൻ പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിയ്യത്ത് വെക്കുകയും അതിൻ്റെ വസ്ത്രം, ഏതു വസ്ത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞെന്ന പ്രത്യേക വസ്ത്രം, ഉംറയുടെ ഇഹ്റാമിന്റെ വസ്ത്രം ഉണ്ടല്ലോ, അത് ധരിക്കുകയും ആ ഉംറ പ്രഖ്യാപിക്കുകയും ചെയ്യുക. അതാണ് ഇഹ്റാം. മനസ്സിലായോ? ഇത് പ്രഖ്യാപിക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഇവിടുന്ന് പ്രഖ്യാപിച്ചു പോകാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. നാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചിറങ്ങാൻ പറ്റുമോ? ഓരോന്നിനും അതിൻ്റെതായ സ്ഥലമുണ്ട്. അതാണ് മീഖാത്ത്. എന്താണ് ഇഹ്റാം? ഇപ്പൊ നമ്മൾ പോകുന്നത് ഉംറയാണ്. അപ്പൊ ഉംറയിൽ പ്രവേശിക്കാനുള്ള കർമ്മങ്ങൾ തുടങ്ങാൻ നിയ്യത്തും അതിൻ്റെ വസ്ത്രവും ധരിക്കുന്ന സ്ഥലം, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ആ ചെയ്യുന്ന പ്രവർത്തിക്കാണെന്ത് ഇഹ്റാം എന്ന് പറയുക. ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ നിസ്കാരത്തിൽ ആദ്യം കെട്ടുന്ന തക്ബീറിന്റെ പേരെന്താ? തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ്. എന്തുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ, കൈ കെട്ടിയാൽ പിന്നെ സാധാരണ അനുവദിച്ച കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമായി. മനസ്സിലായോ? നമ്മൾ കൈ കെട്ടിയാൽ പിന്നെ സംസാരം പാടില്ല, അങ്ങനെ മറ്റു ചില കാര്യങ്ങൾ പാടില്ല. അതുകൊണ്ട് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ പല കാര്യങ്ങളും നിഷിദ്ധമായി. അതെന്തൊക്കെയാണ്? ഒന്ന്, നമ്മളെ നഖം മുറിക്കുക, മുടി നീക്കം ചെയ്യുക, അതേപോലെ തന്നെ കക്ഷരോമങ്ങൾ തുടങ്ങിയ നമ്മുടെ ശരീരത്തിലുള്ള ഫിത്തറത്തായി പഠിപ്പിച്ചതൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് ഇഹ്റാമിന് ശേഷം പാടില്ലാത്തതാണ്. മനസ്സിലായോ? ഭർത്താക്കന്മാർ ഭാര്യമാർ ഒരുമിച്ചിരിക്കാം, പക്ഷെ സല്ലപിക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും ഉണ്ടാകേണ്ടത്. അടുത്തിരുന്നെന്ന് വിചാരിച്ചിട്ട് ഉംറക്കൊരു പ്രശ്നമില്ല. പക്ഷെ അടുത്തിരുന്നിട്ടും നമ്മൾ പഴയതുപോലെ സല്ലപിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലന്വേഷണം പറഞ്ഞും പാടില്ലാത്തതാണ്. മറിച്ച് എന്താണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്? ഞാൻ പോകുന്നത് ആരുടെ മുമ്പിലാ? അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. പടച്ചറബ് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തപ്പെട്ട ആ ഭവനം, അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് ഇത്രകാലം കൂടെ ഉണ്ടായിരുന്ന ഇണകളുണ്ടല്ലോ, അവരോടൊപ്പം നമുക്ക് ഇരിക്കാം, പക്ഷേ
സംസാരിക്കേണ്ടത് മാന്യമായ സംസാരമായിരിക്കണം. നഖം, മുടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുറിക്കുന്ന വിഷയം നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഗൂഹ്യരോമമാണെങ്കിലും പക്ഷരോമമാണെങ്കിലും ഇനി അഥവാ മുടിയൊക്കെ വെട്ടി ഒതുക്കാനാണെങ്കിലും നഖം മുറിക്കാനാണെങ്കിലും ഒക്കെ ഇഹ്റാമിന് മുമ്പ് ഇതൊക്കെ ചെയ്യണമെന്ന് പറയാൻ കാരണം മറ്റൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കുക. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നമ്മളിങ്ങനെ കുറേ നടക്കേണ്ടി വരും, പല സ്ഥലങ്ങളിലും കറങ്ങേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ ഈ കക്ഷരോമങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാതിരുന്നാൽ ദുർഗന്ധമുണ്ടാകും. ഇസ്ലാം എത്ര ശുചിത്വത്തിൻ്റെ മതമാണെന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ, നമുക്ക് പരിശുദ്ധ കഅബാലയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്മെല്ല് ശരിക്കും ആ കക്ഷരോമങ്ങൾ മാറ്റി ഒരുപക്ഷെ അത്രയും സ്മെല്ലുണ്ടാവില്ല. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് നബിയുടെ സുന്നത്ത് എന്താണെന്നറിയോ? നേരത്തെ തന്നെ ഇതൊക്കെ വൃത്തിയാക്കും. എന്നിട്ട് ആ ഇഹ്റാമിന്റെ നിയ്യത്തോടു കൂടി മീക്കാത്തിൽ വെച്ച്, മീക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സ്ഥലം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ സൈലുൽ കബീർ അല്ലെങ്കിൽ കർനുൽ മനാസിൽ എന്ന സ്ഥലത്താണ് മീക്കാത്ത്. 5 മീക്കാത്തുകളുണ്ട്. ഉറക്കം വന്നിട്ട് ആർക്കെങ്കിലും? ഉറങ്ങരുതേ. കാരണം ഇന്ന് കേൾക്കുന്ന വിഷയം നിങ്ങൾക്ക് തീർച്ചയായും അവിടെ എത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഇതിന് ശേഷം എന്താ പിന്നെ ഒരു ഷെക്ക് ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഇഹ്റാമിന്റെ വിഷയം നമ്മൾ പറഞ്ഞു. ആദ്യം എന്താണ്? ഇഹ്റാം, മീഖാത്ത്, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലം. നമ്മൾ പോകുന്നത് ത്വായിഫിലുള്ള കർനുൽ മനാസിൽ എന്ന മീഖാത്തിലാണ്. നമ്മൾ അവിടെ എത്തി. പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ അവിടെ എത്തിയാൽ ആദ്യം പുരുഷന്മാരുടെ കാര്യം ആദ്യം പറഞ്ഞുതരാം. അവിടെ ചെന്നാൽ നമ്മൾ ഓരോ ശുചിമുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ കക്ഷരോമങ്ങളും ഗൂഹ്യരോമങ്ങളും ഒക്കെ വടിച്ചിട്ട സ്ഥലം കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. നമ്മുടെ പണി എന്തായിരിക്കണം എന്നറിയോ? ഇഹ്റാമിന്റെ നിയ്യത്തോടു കൂടി കുളി മാത്രം. മനസ്സിലായോ? ഇഹ്റാമിന്റെ നിയ്യത്തോടു കൂടി ഒരു കുളി. സ്ത്രീകളും ആ വിഷയം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ താഴെ എന്തായാലും മുണ്ടെടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ. മനസ്സിലായോ? മുകളിലാണ് വിഷയം. മുകളിൽ നമ്മൾ പറയുന്ന ഒരു സന്ദർഭം വരെ നോർമൽ, സാധാരണ ഇങ്ങനെ ഇടുന്ന പുതക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇടുക. ഇത് എപ്പോഴാണ് ഇതിന് ചേഞ്ച് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ താഴെ മുണ്ടെടുത്തു, മുകളിൽ പുരുഷന്മാരുടെ കാര്യം, മുകളിൽ ഈ സാധാരണ നമ്മൾ പുതക്കുന്നതിൽ പുതക്കുക. അടിവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. സോക്സ്, മറ്റു കാലുറകൾ, അതായത് പിന്നെ ഷൂസ് തുടങ്ങിയവ ഒഴിവാക്കുക. ചെരുപ്പ് ഏറ്റവും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ മൊത്തം മറയുന്ന ചെരുപ്പുണ്ട്, മനസ്സിലായോ? ആ ചെരുപ്പുകൾ മാറ്റിയിട്ട് സാധാരണ ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. മനസ്സിലായോ? കൂടുതൽ നമ്മുടെ കാല് മറയാത്ത രൂപത്തിൽ, ഈ ബാക്കിലെ പാദങ്ങൾ മറയാത്ത രൂപത്തിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടിയ സുന്നത്ത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതൊന്നും മറയാതെ നമ്മൾ, പുരുഷന്മാരുടെ കാര്യം പറഞ്ഞിട്ടോ, സാധാരണ ചെരുപ്പ് നമ്മൾ ധരിക്കുക. ഇനി ഈ വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് ഒരാൾക്ക് ശരീരത്തിൽ സുഗന്ധം തേക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തേക്കുക. ശരീരത്തിൽ ശ്രദ്ധിക്കുക. ശരീരത്തിൽ, സ്ത്രീകൾക്കല്ല കേട്ടോ, പുരുഷന്മാർക്ക് ശരീരത്തിൽ തേക്കാം. വസ്ത്രത്തിൽ തേക്കാൻ പാടുള്ളതല്ല. വസ്ത്രത്തിൽ സുഗന്ധം തേക്കാൻ പാടുള്ളതല്ല, നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബത്തിനെയും അത് പ്രത്യേകമായി വിലക്കി മറ്റൊരു വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ അതുകൊണ്ട് ദേഹത്ത് പൂശാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വസ്ത്രത്തിൽ ഒരിക്കലും സുഗന്ധം പൂശരുത്. ഇതാണ് പുരുഷന്മാരുടെ വിഷയം. സ്ത്രീകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അടിവസ്ത്രത്തിന്റെ കാര്യം പ്രശ്നമില്ല, മറിച്ച് ശുദ്ധിയുടെ വിഷയം ശ്രദ്ധിക്കണം. സാധാരണ മുഖവും മുൻകൈയും ഔറത്ത് അതല്ലാത്ത ഭാഗങ്ങൾ മറയുന്ന രൂപത്തിൽ ആയിരിക്കണം അവരുടെ വസ്ത്രം ഉണ്ടാകേണ്ടത്. നമ്മുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെയും കൂടി നമ്മളാണ് അവരുടെ മസൂല്. പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതേപോലെ അവരുടെ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ആയിരിക്കണം സ്ത്രീകളുടെ വസ്ത്രവും. അപ്പോൾ വസ്ത്രം ഇങ്ങനെ ആയിരിക്കണം. ശേഷം നമ്മൾ മീഖാത്തിൽ നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറഞ്ഞേ. ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. ഇത് പ്രഖ്യാപിച്ചതോടുകൂടി നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിച്ചതുപോലെ ഉംറ കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? ഇഹ്റാം നമ്മൾ പറഞ്ഞു, മീഖാത്ത് എന്താണെന്ന് പറഞ്ഞു, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണോ ആ ഇഹ്റാം പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. ഒന്നുകൂടെ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, സ്വഹാബത്ത് ഒന്നടങ്കം അവർ പോകുന്ന യാത്ര, ഒരു സംഘം, ഒരു വലിയ തിരമാലകൾ അടിച്ചു വരുന്നത് പോലെ ആയിരുന്നു അവർ തൽബിയത്ത് മുഴക്കിയിരുന്നത്. അവിടെ മുതൽ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചത് മുതൽ, നമ്മൾ വാഹനത്തിൽ കയറുമല്ലോ, വാഹനത്തിൽ കയറിയാൽ പിന്നെ
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. പുരുഷന്മാർ ഉറക്കെ തന്നെ എന്ത് ചെയ്യണം? പറയണം. സ്ത്രീകൾ അവർക്ക് കേൾക്കുന്ന രൂപത്തിലും പറയണം. മനസ്സിലായോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. എവിടെ വരെ പറയണം എന്ന് പറഞ്ഞാൽ, കഅബാലയത്തെ ത്വവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമല്ലോ, ആ ത്വവാഫിന് മുന്നേ കഅബയെ കണ്ട് മത്താഫിൽ എത്തുന്നത് വരെ എന്ത് ചെയ്യണം? ഈ തൽബിയത്ത്. അതിനിടയ്ക്ക് നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാം. റൂമിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. നമ്മൾ നേരെ മീഖാത്തിൽ നിന്ന് പോകുന്നത് നേരെ ഹറമിലേക്കല്ല, മറിച്ച് എങ്ങോട്ടാ? റൂമിലേക്കാണ്. അവിടെ നമുക്ക് നിശ്ചയിച്ച റൂം കാര്യങ്ങൾ, അവിടെ നമ്മുടെ ലഗേജുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? തൽബിയത്ത് മുഴക്കാം. മറ്റു സംസാരങ്ങൾ ഒഴിവാക്കുക. അതാണ് ഏറ്റവും ഹൈർ. എന്നാൽ അപ്പോൾ ഒരാൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അതുകൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, ഇഹ്റാം നിഷ്ഫലമാകില്ല. ഒരാൾക്ക് കുളിക്കാം, പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു സോപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മനസ്സിലായോ? ശരീരത്തിൽ നമ്മൾ വെള്ളമൊഴിക്കുക, സോപ്പ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഏറ്റവും സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാതിരിക്കാം. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള കുളിക്ക് എന്ത് ചെയ്യാം? അത് നിർബന്ധമായിട്ട് ഉപയോഗിച്ചോ. മനസ്സിലായോ? നബിയുടെ സുന്നത്തും കൂടിയുണ്ട് ശരീരത്തിൽ തേക്കുക എന്നുള്ളത്, സുഗന്ധം തേക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ഹോട്ടലിൽ നമ്മുടെ റൂമിലുണ്ട്, നമുക്ക് തോന്നി ഒന്ന് ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റിൽ പോകാം, ഒന്ന് വൃത്തിയായി വരാം, പക്ഷെ സുഗന്ധം ഉപയോഗിക്കരുത്. ഇനി നമ്മൾ ഉപയോഗിച്ച വസ്ത്രം ഉണ്ടല്ലോ, ഈ വസ്ത്രം ചിലപ്പോൾ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അതിലെന്തെങ്കിലും അഴുക്ക് സംഭവിച്ചു, നമുക്ക് തോന്നി ഇത് മാറ്റി വേറിടണം, അതേ മേൽമുണ്ട്, മനസ്സിലായോ? അത് വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞ സാധാരണ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ചിലപ്പോൾ യാത്രക്കിടയിൽ കുട്ടികൾ ഛർദ്ദിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ട ഒരു പ്രയാസം, അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിട്ട് ഇനി മക്കയിൽ വെച്ചത് വാങ്ങിച്ചിട്ടതുകൊണ്ട് ഒരിക്കലും ഇഹ്റാമിന് ദോഷം വരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് റൂമിലാണ്, കൃത്യസമയത്ത് തന്നെ താഴെ വരാൻ അമീർ പറയും, ആ സമയത്ത് എത്തണം. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളുടെ ഒരു അലസത കൊണ്ട് ഒരു ഗ്രൂപ്പ് മുഴുവനും പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആർക്കാണ് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോണെന്നറിയോ? അള്ളാഹുവിൻ്റെ അതിഥികളായി പോകുന്നവർക്കാണ് എൻ്റെ ജീവിതത്തിലെ ചില അലസത കാരണം മറ്റുള്ളവൻ കാത്തിരിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാകരുത്. മനസ്സിലായോ? ഒരു കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടാവും, എന്നാലും അവസാനമായിരിക്കും. ജുമാക്ക് പള്ളി പോകാൻ ശ്രമിച്ചാൽ നേരത്തെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, എന്നാലും മിമ്പറിൽ മുകളിൽ ഖത്തീബ് കയറിയിട്ടുണ്ടാവും. എന്നതുപോലെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ അവസരം, ആ കഅബയൊന്ന് കാണണം, വല്ലാതെ മനസ്സ് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് 1 സെക്കൻഡ് 1 മിനിറ്റ് നമ്മൾ കാരണം, മറ്റുള്ളവർ കാരണം അത് വേറെ വിഷയം, നമ്മൾ കാരണം, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക ഞാൻ നേരത്തെ എത്തും, കൃത്യനിഷ്ഠ പാലിക്കുക, കൃത്യമായ സമയത്ത് താഴെ ഇറങ്ങുക, എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന എന്താ? ബിസ്മില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക. നിങ്ങൾക്ക് തന്ന ആ നോട്ടിൽ അതൊക്കെ കൃത്യമായിട്ടുണ്ട്. അതിനുശേഷം പ്രവേശിച്ചതിന് ശേഷം സാധാരണ നമ്മൾ പള്ളി കയറുമ്പോൾ എന്താ നിസ്കരിക്കേണ്ടത്? സാധാരണ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ എന്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത്? തഹിയ്യത്ത്. എന്നാൽ ഈ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യം പോകുന്ന ഒരാൾക്ക് തഹിയ്യത്തുൽ മസ്ജിദിന്റെ അതേ ഹുക്കുമാണ് തവാഫ്. മനസ്സിലായോ? നമ്മൾ നേരെ പള്ളിയിലേക്ക് കയറി, പള്ളിയിൽ കയറിയാണ് ആദ്യമായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നോക്കണ്ട. ആദ്യത്തെ കർമ്മം വേണ്ടത് തവാഫാണ്. ഇനി അവിടെ ഏതെങ്കിലും ജമാഅത്ത് നടക്കുകയാണെങ്കിലോ, ആ ജമാഅത്തിൽ കൂടുക. മനസ്സിലായോ? ഇക്കാമത്ത് കൊടുത്താൽ തന്നെ അവിടെ എന്ത് ചെയ്യും? ഓൾറെഡി നമുക്ക് ആ ഭാഗം മത്താഫ് മുഴുവനാവും. നമ്മൾ നേരെ നിസ്കരിക്കാൻ കയറലാണ്. അവിടെ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞ് കാത്തു നിന്ന് പിന്നെ തവാഫിനല്ല, നിസ്കാരത്തിന്റെ കൂടെ കൂടുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ചെയ്യേണ്ടത് തവാഫിലേക്കാണ്. മനസ്സിലായോ? തവാഫ് നമ്മൾ തുടങ്ങുന്ന വിഷയം ശ്രദ്ധിക്കുക. ഹജറുൽ അസ്വദിന്റെ ഭാഗം നോക്കുക. ഹജറുൽ അസ്വദ് നമ്മുടെ ഇടതുഭാഗത്തായിരിക്കും കഅബ. എവിടെ ഈ ഭാഗത്തു കൂടി നമ്മൾ ഇറങ്ങിയാലും, ഇവിടെ ഒക്കെ ഡോറുകളാണല്ലോ ചുറ്റിനും, നമ്മൾ എങ്ങനെ ഇറങ്ങി വന്നാലും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹജറുൽ അസ്വദ് എവിടെയാണ് നോക്കുക. ബാക്കിൽ ഉമ്മമാര് സഹോദരനൊക്കെ കേൾക്കണ്ടോ? ശരി, നമ്മൾ ഏത് ഡോറിൽ ഇറങ്ങി വന്നാലും
താഴെയാണ് മത്വാഫ്. ഈ മത്വാഫിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹജറുൽ അസ്വദ് എവിടെയാണ്. ഹജറുൽ അസ്വദ് ചിലപ്പോൾ ആളുകൾ കൂടെ വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് കാണാൻ കഴിയില്ലെങ്കിൽ ഒന്നുമില്ല, നേരെ വലതു ഭാഗത്ത് നോക്കുക. അവിടെ ഒരു ഗ്രീൻ അടയാളം ഉണ്ടാവും, ഗ്രീൻ സിഗ്നൽ. അത് നേരെ ഹജറുൽ അസ്വദിലേക്കുള്ളതാണ്. തിരക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത് വെച്ച് ഇത് ഹജറുൽ അസ്വദ് ആണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടെ നിന്ന് അപ്പോൾ അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്. എങ്കിലും നമ്മൾ നബിയുടെ സുന്നത്തനുസരിച്ച് ഇതിന്റെ കറക്റ്റ് നേരെ ഈ മൂല ഉണ്ടല്ലോ, ഈ മൂലയുടെ നേരെയാണ് ആ സിഗ്നൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. എന്നിട്ട് ഈ ഹജറുൽ അസ്വദിലേക്ക് നമ്മൾ അഭിമുഖീകരിക്കുക. എന്നിട്ട് ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറയാ. എന്താ പറയേണ്ടത്? ബിസ്മില്ല അല്ലാഹു അക്ബർ, ബിസ്മില്ല അല്ലാഹു അക്ബർ. ഒരു തവണ പറഞ്ഞാൽ മതി, ബിസ്മില്ല അല്ലാഹു അക്ബർ. ഞാൻ നിങ്ങൾ വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് 3 തവണ പറഞ്ഞത്. അപ്പൊ അവിടെ ബിസ്മില്ല അല്ലാഹു അക്ബർ. എവിടുന്ന്? ഹജറുൽ അസ്വദിൽ നിന്ന്. അപ്പൊ നിങ്ങൾ അതിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് ആൾക്കാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ബിസ്മില്ല അല്ലാഹു അക്ബർ. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഉംറ അളക്കരുത്. നമ്മൾ പല കാഴ്ചകൾ അവിടെ കാണും. ഒരു അമീർ പ്രാർത്ഥനകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ പോവും, അതിൻ്റെ പുറകെ ഒരു യാന്ത്രികമായി കുറച്ച് ആൾക്കാരും പോവും. അവരിങ്ങനെ ഏറ്റവും പറയും. അപ്പൊ നമ്മൾ ആലോചിക്കും, പഠിച്ചോനെ എത്ര നല്ലൊരു കാഴ്ചയാണിത്, നമ്മുടെ അമീർ ഇങ്ങനൊന്നും ചെയ്യണില്ലല്ലോ, ഇതൊരു പരാതിയാണ്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഹദീസുകളിൽ കൃത്യമാണ്. ഈ ഇരിക്കുന്ന ഒരാളും അങ്ങനെ ഒരു പരാതി പറയുന്നവരാകരുത്. ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഓരോരുത്തരും അവരവരുടേതായ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാൻ വേണ്ടത്. ഹജറുൽ അസ്വദ് എവിടെ? ആ ഹജറുൽ അസ്വദിന്റെ നേരെ നിന്ന് ബിസ്മില്ല അല്ലാഹു അക്ബർ തൊടാൻ കഴിയുമെങ്കിൽ മാത്രം തൊടുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, തിരക്കുണ്ടെങ്കിൽ ആ തിരക്ക് പിടിച്ചു തൊടൽ സുന്നത്തില്ല. തിരക്കില്ലാത്ത അങ്ങനെ ഒരു സാഹചര്യം വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഉംറ ഈ ത്വവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ കറക്റ്റ് നേരെ നിൽക്കുന്നത് അവിടെ ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആദ്യത്തെ ത്വവാഫ് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങി വീണ്ടും ഒരു കറക്കം കറങ്ങി ഇവിടെ എത്തുമ്പോഴാണല്ലോ ഒരു ത്വവാഫ്. മനസ്സിലായോ? അപ്പൊ എത്ര മൂലയാണ്? 4 മൂലയാണ്. 1 ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ തുടങ്ങി. 2 ഇനി ഈ മൂല കഴിഞ്ഞ് ഹജറുൽ അസ്വദ് എത്തുന്നതിന് മുമ്പ് ഒരു മൂല ഉണ്ടല്ലോ, 4ാമത്തെ മൂല. ഈ മൂലക്കാണ് റുക്കുനുൽ യമാനി എന്ന് പറയുന്നത്. എന്താണ് റുക്കുനുൽ യമാനി? അപ്പൊ നിങ്ങൾ ഹജറുൽ അസ്വദ് എത്താനായി എന്നുള്ളൊരു അടയാളം കൂടിയാണിത്. മനസ്സിലായോ? റുക്കുനുൽ യമാനി. അപ്പൊ നോക്കുക, 1, 2, 3, 4 4ാമത്തെ മൂലയാണെന്ത്? റുക്കുനുൽ യമാനി. അതിന്റെ പേര് അങ്ങനെയാണ്. റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നബിയിൽ നിന്നും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ഒരു ദുആ ഉണ്ട്. മനസ്സിലായോ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹജറുൽ അസ്വദിൽ നിന്ന് അല്ലേ? അപ്പൊ ഹജറുൽ അസ്വദിൽ നിന്ന് റുക്കുനുൽ യമാനി എത്താൻ എത്രാമത്തെ മൂലയാണ്? 4ാമത്തത്. അത് കഴിഞ്ഞ പിന്നെ ഏതാ? ശരി. അപ്പോ ഹജറുൽ അസ്വദ് തുടങ്ങി റുക്കുനുൽ യമാനി എത്തി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിന അദാബന്നാർ എന്ന് പറഞ്ഞ് ഹജറുൽ അസ്വദ് വരെ അത് പറയാം. അതല്ലാതെ ബാക്കി ഹജറുൽ അസ്വദ് എന്ന് തുടങ്ങി റുക്കുനുൽ യമാനി വരെ നിങ്ങൾ ഇന്നത് പ്രാർത്ഥിക്കണമെന്ന് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസോ ഒരു പ്രാർത്ഥനയോ ഇല്ല. മനസ്സിലാക്കുക, ഹജറുൽ അസ്വദിൽ നിന്ന് ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ റുക്കുനുൽ യമാനി എത്തുന്നത് വരെ ഈ മൂലയിൽ വെച്ച് നിങ്ങൾ ഇന്നത് പറയാ, ഈ മൂലയിൽ വെച്ച് ഇത് പ്രാർത്ഥിക്കാന്ന് നബിയിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു ദുആ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക റബ്ബിനോട്, നമ്മുടെ ഭാഷയിൽ നമുക്കറിയാവുന്ന ദുആകൾ, നമ്മൾ പഠിച്ച ദുആകൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ റബ്ബിനോട് പറയാ, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അള്ളാഹുവിനോട് നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ചോദിക്കുക. പടച്ച റബ്ബ് ഇങ്ങനെ കാണണം, എന്താണ് എൻ്റെ അടിമ ചോദിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റബ്ബിനോട് ചോദിക്കേണ്ടതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയിക്കോ. അവിടെ എത്തിയിട്ട് വേറെ എന്തായിരുന്നു, മറ്റേതെന്തായിരുന്നു, അതിനടുത്ത് ഇത് ചോദിക്കുക. പ്രാർത്ഥന നിത്യമാക്കി ഒരാൾക്ക് ഒരിക്കലും മുട്ടലുണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് വിശ്വാസികൾ മുന്നൊരുക്കം നടത്തി എൻ്റെ റബ്ബിനോട് എനിക്കൊന്ന് ചെന്ന് പറയണം, എനിക്ക് അവിടെ നിന്ന് എത്തിയിട്ട് എൻ്റെ കാര്യങ്ങളൊന്ന് പറയണം. അങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീരൊഴുകുന്നതായി കാണാം. അവിടെ ശ്രദ്ധിക്കങ്ങൾ, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുതേ. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പല കാഴ്ചകളുണ്ടാവും. ആ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ടുപോകല്ലേ.
മറിച്ച് നിങ്ങളുടെ കൺമുമ്പിലുള്ള കാഴ്ചകൾ വെറുതെ എന്തോ കാണുന്നുണ്ടെന്ന് മാത്രം, പക്ഷെ മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്കായിരിക്കണം. മനസ്സിലായോ? ചില ആളുകൾ കണ്ണീരൊലിപ്പിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ടാവാം. അപ്പൊ ചിലപ്പോൾ നമ്മളെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവില്ലേ, എന്തായി ചങ്ങായി, അതുപോലെ നമ്മളെ മനസ്സിൽ വേണ്ട. ഓനും ഓൻ്റെ റബ്ബും, ഓൻ്റെ പൈസ പോണെങ്കിൽ അത് ഓനക്കാണ് പ്രശ്നം, നമുക്കൊരു പ്രശ്നമില്ല. മറ്റുള്ളവൻ്റെ കാര്യം നോക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം മാത്രം. മനസ്സിലായോ? ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. ഒരു വിഷയം ഒന്നിൽ കൂടുതൽ തവണ 3 തവണ ആവർത്തിച്ച് ചോദിക്കുക റബ്ബിനോട്. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ് അതൊരു കാര്യം 3 തവണ റബ്ബിനോട് തൻ്റെ അടിമ ചോദിക്കുന്നത്. ആ സമയം വലിയ ഉത്തരം കിട്ടുന്നൊരു സമയമാണ്. മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ ഈ മനസ്സിൽ നിന്ന് ഇതൊക്കെ, ഈ അഴുക്കൊക്കെ വൃത്തിയാക്കിയിരിക്കണം. മനസ്സിലായോ? എത്ര ഹജ്ജ് നിർവഹിച്ചാലും, എത്ര ഉംറ നിർവഹിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും ഇതൊക്കെ പെൻഡിങ് ആയി കിടക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കൊരു അവസരമാണ്. ഈ അവസരത്തിൽ ഞാൻ അവനോട് മാപ്പ് പറയൂലേ, ഞാൻ അവനെ വിളിക്കൂലേ എന്നൊക്കെ പറഞ്ഞ് ഒരു കോള് ചെയ്താൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. സ്വന്തം കുടുംബത്തിലുള്ളവരോടുണ്ടാകാം, അയൽവാസിയോടുണ്ടാകാം, കൂടെ ജോലി ചെയ്യുന്നവരോടുണ്ടാകാം. നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഇതൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിലേക്ക് എത്തപ്പെടാത്തൊരു അവസ്ഥയേക്കാൾ വലിയ ഒരു വിഷമം നമുക്ക് വേറെ ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരോട് വിദ്വേഷമോ പകയോ ഇല്ലാതെ മനസ്സിൽ പോയി വന്നിട്ട് കാണിച്ചു തരാടാ, അതല്ല, മറിച്ച് ഒരാളോടും ഇല്ല, മനസ്സിൽ നിന്ന് അതൊക്കെ പോയി. എന്നിട്ട് അവിടെ വെച്ച് റബ്ബിനോട് കരഞ്ഞു പറയാം, പടച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, പടച്ചോനെ ഞാൻ കാരണമൊക്കെ ഇതൊക്കെ സംഭവിച്ചത്, അള്ളാഹു അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ അറിഞ്ഞ് ചെയ്തതാണ് അറിയാതെ ചെയ്തതിനേക്കാൾ കൂടുതലുള്ളത്, പടച്ചവനെ രഹസ്യമായി ചെയ്തതാണ് പരസ്യമായി ചെയ്തതിനേക്കാൾ കൂടുതലുള്ളത്, അള്ളാഹുവെ പൊറുക്കണേ അല്ല, ആവർത്തിച്ച് ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, പടച്ചറബെ പൊറുക്കണേ അല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. മനസ്സിലായോ? അതോടൊപ്പം ആ സന്ദർഭങ്ങളിൽ വലിയ പ്രാധാന്യമായി പഠിപ്പിച്ച ചില ദിക്റുകളും ദുആകളുണ്ട്, അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരാൾക്ക് ഖുർആൻ ഓതണം തോന്നിയാൽ ഖുർആൻ ഓതുക. മനസ്സിലായോ? ഇത് നമുക്കല്ല വിട്ടു തന്നിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം നമുക്ക് അള്ളാഹിനോട് പറയാൻ. പക്ഷെ നമ്മുടെ ചുറ്റിനും നമ്മൾ പല കാഴ്ചകളും കാണും. ആ കാഴ്ചകളിൽ നല്ലൊരു പ്രാർത്ഥനയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണ്ട. നമ്മൾ പോയി ആ ദിവസം നമ്മൾ മരിച്ചാൽ പടച്ചവനെ ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് എൻ്റെ നന്മയുടെ തുലാസിൽ ഇങ്ങനെ കനം തൂങ്ങണം. മനസ്സിലായോ? ആ പ്രാർത്ഥന ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ച് ആ റുക്കുനുൽ യമാനിയത്തി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞേ, ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. പുരുഷന്മാർ ശ്രദ്ധിക്കുക, തവാഫ് ആദ്യത്തെ മൂന്ന് തവാഫ് അഥവാ 3 ഷൗത്ത് എന്നാണ് പറയുക. 3 തവണ കറങ്ങുമ്പോൾ കാലുകൾ അടുപ്പിച്ച് വെച്ചു വേഗത്തിൽ ധൃതിയിൽ നടക്കണം. അതിനെ റമൽ എന്ന് പറയും. മനസ്സിലായോ? റമൽ അത് നബി പഠിപ്പിച്ചു കൊടുത്തതാണ്. അതിലൊരു ചരിത്രമുണ്ട്. കൂടുതൽ ചരിത്രം ഇൻഷാ അല്ലാഹ് ഞാൻ ബസ്സിൽ വെച്ച് പറഞ്ഞുതരും. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ പ്രാധാന്യം പുരുഷന്മാർ എത്രത്തോളം അത് ശ്രദ്ധിക്കണമെന്ന്. അതായത് തിരക്ക് ഉള്ളത് എങ്ങനെയാണോ ഉള്ളത് സൗകര്യം അനുസരിച്ചാണ് ആ സ്പീഡ്. മനസ്സിലായോ? ചിലപ്പോൾ ഇങ്ങനെ ഓടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം എങ്ങനെ സാധിക്കുന്നു അതുപോലെ ചെയ്യുക. മുന്നിൽ ഫ്രീ ആണെങ്കിൽ ആദ്യത്തെ 3 തവണ സ്പീഡാക്കണം. നബിയുടെ മാതൃക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂടെ ഈ ഉംറ നിർവഹിക്കാൻ, ഉംറത്തുൽ ഖളാ എന്ന് പറയാം, ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോൾ മക്ക മുശ്രിക്കുകളുമായിട്ട് ഒരു സന്ധി ഉണ്ട്. മനസ്സിലായോ? ഈ വർഷം ഉംറക്ക് വരാം. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ പല ആളുകളും എന്ത് ചെയ്തു, അവനാൻ്റെ തലയണയും കിടക്കുന്ന സ്ഥലം എടുത്തിട്ട് ഇത് കാണാൻ പറ്റൂല, മുഹമ്മദും കൂട്ടി നമ്മുടെ മുമ്പിൽ നിർഭയരായി വന്ന് ഉംറക്ക് വരികയെ. ഇതവർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞ കുറേ ആൾക്കാർ അതിന് ചുറ്റുമുള്ള മലയുടെ മുകളിൽ കയറി നിന്നു എന്നിട്ട് കാണാൻ വേണ്ടി. വേറെ ചില ആൾക്കാർ മദീനത്ത് അന്നുണ്ടായിരുന്നൊരു അസുഖമുണ്ട്, ഒരു പനി, അത് വല്ലാതെ മറ്റുള്ളവരിലേക്ക് പകരും, അതുകൊണ്ട് ഇവരിങ്ങനെ വന്നാൽ പകരും എന്ന് വിചാരിച്ച് അവർ മാറിയുന്നു. വേറെ ചില ആൾക്കാർ, നല്ല തണ്ടുള്ള കുറച്ച് ആൾക്കാർ ദാറുൻ നദ്വ എന്ന സ്ഥലം, അതായത് ഇസ്ലാമിനെതിരെ വലിയ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്, അവിടെ ഇങ്ങനെ ഒളിഞ്ഞു മാറിയെന്ന് നോക്കിയാണ് ഇവരെന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നബി സ്വഹാബത്ത് ഇങ്ങനെ കയറി വന്നപ്പോൾ ആദ്യത്തെ തവാഫ് പതുക്കിയാണ് നടന്നത്. അപ്പോൾ അവിടുന്ന് അവർ പറയാൻ തുടങ്ങി, മുസ്ലിമുകളുടെ വീര്യമൊക്കെ പോയിട്ടോ, അവർക്ക് മറ്റേ അസുഖമൊക്കെ ബാധിച്ച് അവരുടെ എല്ലാ ഊർജവും പോയിട്ടുണ്ട്. നബി പറഞ്ഞു, വേഗത്തിൽ നടക്കൂ നിങ്ങൾ. മനസ്സിലായോ? അങ്ങനെയാണ് ആ റമല് നടത്തം, ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്. സ്വഹാബത്ത് അങ്ങനെ വേഗം നടന്നു ധൃതിയിൽ. അപ്പൊ അവർ പറയാൻ തുടങ്ങി, ഇല്ലട്ടോ, അവർ ദുർബലല്ല, മാൻ ഓടുന്നത് പോലെയാണ് അവർ ഓടുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ പിന്നിലുള്ള വിഷയം. 3 തവണ നമ്മൾ അങ്ങനെ വേഗത്തിൽ നടക്കണം, ബാക്കി 4 തവണ സാധാരണ നടക്കുന്നത് പോലെ. അങ്ങനെ ഓരോ തവണ നമ്മൾ
ഇവിടെ എത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ചു പോകണം ഓരോ തവണ. ആദ്യം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ, റുക്കുനുൽ യമാനി കഴിഞ്ഞ് ഹജറുൽ അസ്വദ് എത്തിയില്ലേ, അപ്പൊ എന്ത് പറയണം? അല്ലാഹു അക്ബർ, വീണ്ടും തുടങ്ങണം. മനസ്സിലായോ? അങ്ങനെ 7ാമത്തെ തവണ അവിടെ നമ്മൾ എത്തുന്നു. അതോടുകൂടി തവാഫ് കഴിഞ്ഞു. ഇനി അടുത്തത് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കാരമാണ്. വിട്ടുപോയൊരു വിഷയമുണ്ട്. ഈ തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ പുതച്ചല്ലിട്ടിരുന്നത്. തവാഫ് ചെയ്യുമ്പോൾ മാത്രം പുരുഷന്മാർ ഈ വലത് ഭാഗത്തുള്ള മുണ്ടിന്റെ അറ്റം ഈ വലത് തോളിന്റെ താഴെ കൂടി എടുത്ത് ഇടത് തോളിൽ വെക്കുക. അപ്പോൾ വലത് ഷോൾഡർ എന്ത് ചെയ്യും? വെളിവാകും. ഇടതിന്റെ മുകളിൽ ഈ വസ്ത്രം മൂടിയിരിക്കും, പുതച്ചിരിക്കും. ഏത് ഭാഗം? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വലത് ഭാഗം കേട്ടോ, വലത് ഭാഗം, വലത് ഷോൾഡർ എന്ത് ചെയ്യണം? ഓപ്പൺ ആയിരിക്കണം. അത് 7 തവാഫിലും, മനസ്സിലായോ? 7 തവണയും, ആദ്യത്തെ 3 തവണ മാത്രമല്ല, 7 തവണയും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും തവാഫ് കഴിയുമ്പോൾ ലാസ്റ്റ് ഉണ്ടാവുക. ഇനി എന്താ അടുത്തത്? മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കാരമാണ്. അപ്പം നമുക്ക് കാണാം ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇതേപോലെ പോയിട്ട് നിസ്കരിക്കും ഈ രൂപത്തിൽ. ശ്രദ്ധിക്കുക, എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ആകണം. കാരണം നിസ്കരിക്കുമ്പോൾ ഇതെന്ത് ചെയ്യാൻ പാടില്ല? വെളിവാകാൻ പാടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിസ്കാരത്തിന് ഇങ്ങനെ ഇടണം എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തുക. ചില ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ചിലപ്പോൾ മറന്നുപോകും, ശ്രദ്ധിക്കൂല. അപ്പോൾ തവാഫിൽ മാത്രം എന്ത് ചെയ്യണം? ഈ വലത് ഷോൾഡർ വെളിവാക്കണം. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഹജറുൽ അസ്വദ് പിന്നെ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ മുതൽ സഈ ചെയ്യുമ്പോഴും ആകെ ഒറ്റ സമയത്ത് മാത്രമല്ല എന്ത് ചെയ്യുക? ഇത് വെളിവാക്കേണ്ടത്. മനസ്സിലായോ? ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ജസാക്കല്ലാഹു ഖൈർ. അപ്പോൾ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് എഴുന്നേറ്റുന്നാലോ? എഴുന്നേറ്റുന്നോ? നമ്മൾ പറഞ്ഞ വിഷയം ആദ്യം ഇഹ്റാം, മീഖാത്ത്, പിന്നെയോ തവാഫ്, പിന്നെ മക്കാം ഇബ്രാഹിം. ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നൊന്ന് പറഞ്ഞു റുക്കുനുൽ യമാനി. ഇരുന്നോളൂ. ശരി, മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മക്കാം ഇബ്രാഹിം കണ്ടിട്ടുണ്ടോ? അതായത് ഈ കഅബയുടെ ഡോറിന്റെ നേരെ മുമ്പിൽ, ആദ്യം അത് കഅബയുടെ ഡോറിന്റെ അടുത്തായിരുന്നു. മനസ്സിലായോ? ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഈ കഅബ ഓരോ ഉയരങ്ങളിലേക്ക് പടുത്തുയർത്തുമ്പോൾ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇസ്മായിൽ എന്ന മകൻ അലൈഹിമുസ്സലാം 2 പേരുമാണല്ലോ കഅബ പടുത്തുയർത്തിയത്. അപ്പോൾ ബാപ്പ ഇങ്ങനെ ഓരോ കല്ലിങ്ങനെ എടുത്തു വെക്കുമ്പോൾ മുകളിലേക്ക് എത്താൻ വേണ്ടി മകൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് താഴെ വെച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പടുത്തുയർത്തി. ആ നിന്ന കല്ലാണെന്ത്? മക്കാം ഇബ്രാഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അത് ഇസ്ലാമിൻ്റെ മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. വത്തഖദൂ എന്നാ പറഞ്ഞത്, നിങ്ങൾ മുസല്ലയായി സ്വീകരിക്കുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ നിസ്കരിക്കൽ സുന്നത്താണ്. 2 റക്അത്ത് നമസ്കാരം സുന്നത്താണ്. അതിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കാരം. അപ്പൊ പിന്നിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് കഅബയാണെന്ന് വിചാരിക്കാം. ഓക്കെ, മക്കാം ഇബ്രാഹിം ഈ ഭാഗത്താണ്. മനസ്സിലായോ? ഇതിന്റെ പിന്നിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നേരെ ബാക്കിലല്ല. അങ്ങനെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുക, പക്ഷെ അങ്ങനെ നിസ്കരിക്കാൻ അനുവദിക്കുക. കാരണം അത് മത്താഫിലുള്ളത്. മത്താഫിൽ വെച്ച് നിസ്കരിക്കാൻ ചിലപ്പോൾ അവിടുത്തെ പോലീസുകാർ സമ്മതിക്കൂല, കാരണം മറ്റുള്ളവർക്ക് നടക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ എവിടെ നിസ്കരിക്കണം? നിസ്കരിക്കാൻ ഒരു ഭാഗം പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറം ഭാഗത്ത്, കാരണം അത് മക്കാം ഇബ്രാഹിമിന്റെ മുന്നിലാ. മക്കാം ഇബ്രാഹിം ഇവിടെയാണ്. ഇതിന്റെ പിന്നിൽ ഏറ്റവും അടുത്ത സ്ഥലം ഏതാണോ അവിടെ നിസ്കരിക്കുക. മനസ്സിലായോ? ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ആ നമസ്കാരങ്ങളിൽ നമുക്ക് കഴിയുന്നത് പോലെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. റുക്കൂഇലും സുജൂദിലും ഒക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ കാത്തു വെക്കും. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവർക്കും കൂടി ചാൻസ് കൊടുക്കണം നമ്മൾ. കാരണം നമുക്ക് ഇനിയും അടുത്ത കർമ്മങ്ങളുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുന്നത്താക്കപ്പെട്ടത് എന്താ? സംസം വെള്ളം കുടിക്കലാണ്. സംസം വെള്ളം, അതിനുള്ള ക്യാനുകൾ അവിടെയുണ്ട്. ആ ക്യാനുകളിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം കുടിക്കുക. മനസ്സിലായോ? അപ്പോൾ കുറേ ആളുകൾ നമ്മൾ ചില സ്പീഡ് അനുസരിച്ച് ആദ്യത്തെ ത്വാഫിൽ ഒരുപക്ഷെ ആദ്യം അമീർ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. 2ാമത്തെ ത്വാഫിൽ കുറച്ചുണ്ടാവുള്ളൂ. 3ാമത്തെ ത്വാഫിൽ
മറ്റവൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് 2 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് അത് മാറും. അപ്പോൾ അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, കയ്യിൽ നിന്ന് വിട്ടുപോയാൽ മനസ്സിലാക്കുക, കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നിൽക്കേണ്ടത് ഈ വെള്ളം കുടിക്കുന്ന ഭാഗത്ത് ഒരു അടയാളം പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? വെള്ളം കുടിക്കുന്ന ഭാഗത്ത് നിൽക്കണം. ഞാൻ വരാണ്ട് പോകരുത് എന്ന് പറഞ്ഞു നിൽക്കുക. ഇനി അവിടെ നിന്നും പോയാൽ ഒരാൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാനും എത്തപ്പെടാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവൂലേ. ആരോടും ചോദിക്കുക, എവിടെയാണ് സൊഫാ മറുവ, മസ് എന്ന് പറയും, മസ് സൊഫാ മറുവ എവിടെയാണെന്ന് ചോദിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ നാവ് ഉപയോഗിക്കുക. ആരോട് ചോദിക്കുക? നമ്മൾ ഒരിക്കലും അവിടെ വെച്ച് പാനിക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. മക്കളെ കയ്യിൽ നിങ്ങൾ പിടിക്കാൻ, മക്കളെ വിടരുത്. ഭാര്യയും ഭർത്താവും വിട്ടുപോയാൽ നിങ്ങൾക്കിടയിൽ ധാരണ വേണം. ഇവിടുന്ന് വിട്ടാൽ സൊഫയിലേക്ക് പോയിക്കോ. മനസ്സിലായോ? സൊഫ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിക്കുന്നിടത്തുനിന്ന് മുകളിലൂടെയും പോകാം, താഴെ. ആ സമയത്ത് ഏത് എൻട്രിയാണോ ഓപ്പൺ ആയിട്ടുള്ളത് ആ ഭാഗം അനുസരിച്ചാണ്. ആദ്യം പോണത് സൊഫയിലേക്കാണ്, പിന്നെ ഉള്ളത് സഅയാണ്. സൊഫയിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ പോകേണ്ടത്. നമ്മൾ ആ സഅ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വന്നിറങ്ങിയാൽ 2 എൻട്രി ഉണ്ട്. ചിലപ്പോൾ കറക്റ്റ് സൊഫയിലേക്ക് ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ അതിന് നടുക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഇടത്തോക്ക് പോരുത്, ശ്രദ്ധിക്കുക. നിങ്ങളെ ലെഫ്റ്റ് ഭാഗത്തേക്ക് പോകാതെ റൈറ്റ് സൈഡിലേക്കായിരിക്കും സൊഫ ഉണ്ടാവുക. സൊഫ കുന്നിലേക്ക് കയറി, ആ കുന്നു കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഇന്ന സൊഫ വൽ മർവത മിൻ ശആഇരില്ലാ, നിങ്ങളെ നോട്ടിൽ അതുണ്ട്. ആ ആയത്ത് മുഴുവനായിട്ടും ഓതേണ്ടവർ ഓതുക, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഭാഗം മാത്രം ഓതുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ആയത്ത് കാണാതെ പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പാരായണം ചെയ്യുക. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അയ്യതവഫ ബിഹിമാ എന്ന് തുടങ്ങിയ ആയത്താണത്. ആ സഫയുടെ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി, കഅബാലയം ഏതു ഭാഗത്താണോ ആ ദിശയിലേക്ക് നമ്മൾ തിരിയുക. മനസ്സിലായോ? കഅബയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 തവണ തക്ബീറുകൾ ചൊല്ലുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു വനസറ അബ്ദഹു എന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ബുക്കിലുണ്ടത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, മാക്സിമം നിങ്ങൾ അത് കാണാതെ പഠിക്കാൻ നോക്കുക. ആ ബുക്ക് നോക്കി പഠിക്കുന്നതിന് പകരം, ബുക്ക് നോക്കി അവിടെ വെച്ച് പറയുന്നതിന് പകരം ശ്രമിക്കുക. അത് നോക്കി പറഞ്ഞുകൊണ്ടൊന്നും നമ്മളെ ഉമ്മർക്ക് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്നാലും കണ്ണടച്ച് ആ ഭാഗത്ത് ഇങ്ങനെ നോക്കി പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. നബി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. മനസ്സിലായോ? 3 തവണ നബി പ്രാർത്ഥിച്ചിരുന്നു ഇതേപോലെ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഈ 3 തവണ പറയുമ്പോൾ അതിനിടയിൽ നബി ധാരാളം പ്രാർത്ഥിച്ചിരുന്നു എന്നാ. മനസ്സിലായോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് അത് കഴിഞ്ഞ് പോകല്ല, മറിച്ച് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയിൽ നബി ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. കണ്ണീരൊലിപ്പിച്ച് താടി രോമങ്ങൾ നനയുമാറ് നബി ആ കഅബയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മനസ്സിലായോ? 3 തവണ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ താഴേക്ക് ഇറങ്ങാം. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ നേരെ മർവയിലേക്കുള്ള വഴിയാണ്. 2 ട്രാക്ക് ഉണ്ട്, അതിന്റെ നടുക്ക് വീൽ ചെയർ പോകാനുള്ള സ്ഥലമുണ്ട്. ആ മർവയിലേക്ക് നമ്മൾ പോകുമ്പോൾ മർവയിലേക്ക് പോകുന്നതിനിടയിൽ നമ്മൾ ഒരു ഗ്രീൻ സിഗ്നൽ അടയാളപ്പെടുത്തിയതായി കാണാം. അവിടെ എന്ത് ചെയ്യണം? പുരുഷന്മാർ അല്പം ധൃതിയിലോടണം. സഅ എന്ന് പറഞ്ഞാൽ നടത്തോ അല്ല, ഓട്ടോ അല്ല, അതിനിടയിലുള്ള ഒരു വേഗതയാണ് സഅ. ആ രൂപത്തിൽ ആ അടയാളപ്പെടുത്തിയ സ്ഥലത്തൊന്ന് ഓടുക. മനസ്സിലായോ? ഓടിക്കഴിഞ്ഞ് ആ ഗ്രീൻ സിഗ്നൽ അവസാനിക്കുമ്പോൾ നിൽക്കുക. എന്നിട്ട് മർവയിലേക്ക് കയറുമ്പോൾ നമ്മൾ സൊഫയിൽ ചെയ്തില്ലേ എന്നതുപോലെ ആ കഅബാലയത്തെ നോക്കിയിട്ട് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അവിടെ ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യാം. ചില ആളുകൾ പറയുന്നുണ്ട് 1 തവണ മതിയെന്ന്. പക്ഷേ പ്രാമാണികമായി പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഹദീസ് ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞത്, ആ റാവി ഉദ്ധരിക്കുന്ന സ്വഹാബി പറഞ്ഞത്, സൊഫയിൽ ചെയ്തതുപോലെ നബി ഇവിടെയും ചെയ്തെന്നാ. സൊഫയിൽ ചെയ്തത് എന്താ? 3 തവണ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കിടയിൽ നബിയുടേതായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ധൃതിയുടെ ആവശ്യമില്ല. എവിടെ ധൃതിപ്പെട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ധൃതി കാണിച്ചാൽ മതി. അല്ലെങ്കിൽ റബ്ബിനോട് ഒരു അവസരമാണത്, ഒരവസരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിനോട് ദുആ ചെയ്യാൻ അലസത കാണിക്കുന്നവരാണ് മുഅ്മിനുകളിൽ വെച്ച് ഏറ്റവും അലസനും ഏറ്റവും ദുർബലനുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കാൻ ചില ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാവും. ആ മടി എന്ന് പറഞ്ഞാൽ മുഅ്മിനുകളിൽ ദുർബലരാണെന്ന് അവർ. മുഅ്മിനുകളിൽ കരുത്തരെന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ധാരാളം പ്രാർത്ഥിക്കുന്നവരെന്നാ. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പിശുക്ക് കാണിക്കരുത്. പടച്ചവനോട് പറയാ. കാരണം ഓരോ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും പറയാ, ഓരോ കർമ്മങ്ങൾ കഴിയുമ്പോഴും എൻ്റെ മരണം അടുത്തുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്ക്. ഓരോ തൊവാഫ് ചെയ്യുമ്പോൾ പടച്ചവൻ അടുത്ത തൊവാഫിൽ എനിക്ക് മരണമാണെന്ന് ആലോചിച്ച് നോക്ക്.
ആ തവാഫിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഭയഭക്തി ഉണ്ടാവും. മനസ്സിലായോ? ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മരണം എൻ്റെ മുന്നിലുണ്ട്. കാരണം എത്രയോ ആളുകൾ അവിടെ മരിച്ചു കണ്ടിട്ടുണ്ടെന്നറിയോ? ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മളാകോ നമുക്കറിയില്ല, നമ്മുടെ തൊട്ടടുത്ത് മരണമുണ്ട്. അതുകൊണ്ട് ഓരോ അമലുകൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കാതെ എൻ്റെ മരണം എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഇതൊരു ചാൻസ് ആണ്. ഈ ദുനിയാവിൽ അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന തവാഫ്, ഈ ദുനിയാവിൽ അവസാനമായി എനിക്ക് എൻ്റെ റബ്ബിന് കൊടുക്കാൻ കഴിയുന്ന സഅയ്, ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. എന്നിട്ട് ആ മറുവയുടെ മുകളിൽ സൊഫയിൽ ചെയ്തതുപോലെ ചെയ്യാം. സൊഫയിൽ നിന്ന് മറവയിലെത്തിയാൽ 1, ഓക്കെ, വീണ്ടും സൊഫയിലേക്ക് പോകുന്നു. വീണ്ടും സൊഫയിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ആ ഗ്രീൻ സിഗ്നൽ കാണും, അവിടെ വെച്ച് വീണ്ടും എന്ത് ചെയ്യുക? അത് എവിടെ അവസാനിക്കുന്നു അവിടം വരെ ഓടുക. വീണ്ടും സൊഫയിലേക്ക് എത്തുന്നു, ആദ്യം ചെയ്തതുപോലെ വീണ്ടും ചെയ്യുന്നു. മനസ്സിലായോ? ഇത് ആവർത്തിക്കാം. അപ്പൊ സൊഫയിൽ നിന്ന് തുടങ്ങിയാൽ മറവയിൽ അവസാനിക്കും 7ാമത്തെ തവണ. സൊഫയിൽ നിന്ന് തുടങ്ങിയാൽ മറുവയിൽ 7ാമത്തെ തവണ മറുവയിൽ അവസാനിക്കും. മറുവയിൽ അവസാനിച്ചാൽ ശേഷം പിന്നെ ഉള്ളത് തഹല്ലുലാകലാണ്. തഹല്ലുൽ എന്ന് പറഞ്ഞാൽ മുടി നീക്കം ചെയ്യലാണ്. മുടി നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ എല്ലാ ഉംറ ക്ലാസ്സിലും പറയാറുണ്ട്, നിങ്ങൾ മുടി നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കളയാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്, മുഴുവനായിട്ട് കളയാതിരുന്നാൽ എന്താണ് ഉസ്താദേ? മുഴുവനായിട്ട് കളയാതിരുന്നാൽ ഉംറ സ്വീകരിക്കപ്പെടാതെ പോകൂല. ഉംറ സ്വീകരിക്കപ്പെടും. പക്ഷേ ആദ്യമായി ഹജ്ജ് ലക്ഷ്യം വെക്കാതെ ഒരാൾ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ നബിയിൽ നിന്ന് സുന്നത്ത് മുഴുവനായി കളയുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇർഹം മുഹല്ലിഖീൻ എന്ന് ദുആ ചെയ്തു. പഠിച്ചോനെ, മുടി മുഴുവനായി കളഞ്ഞവർക്ക് നീ അനുഗ്രഹം ചൊരിയണേ എന്ന് ദുആ ചെയ്തു. അപ്പൊ സ്വഹാബത്തിൽ ചില ആൾക്കാർ പറഞ്ഞു, അള്ളാന്റെ റസൂലെ മുഖസ്സിരി എന്ന് കൂടി പറ. മുഖസ്സിരി എന്ന് പറഞ്ഞാൽ അല്പം എടുക്കുന്ന ആളുകൾ, കുറച്ചെടുക്കുന്ന ആളുകൾ. അപ്പൊ നബി അത് കേട്ടില്ല, വീണ്ടും ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇർഹം മുഹല്ലിഖീൻ. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയാണ്, നബി 4 തവണയും പ്രാർത്ഥിച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? മുഴുവനായിട്ട് മുടിയെടുത്തവർക്ക്. അവസാനം നബി പറഞ്ഞു, അല്ലാഹുമ്മ ഇർഹം മുഖസ്സിരീൻ, മുടിയെടുത്ത്. ഇനി അങ്ങനെ കുറച്ചാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, കുറച്ചെടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ വിരൽത്തുമ്പിന്റെ അത്രത്തോളം എന്ത് ചെയ്യുക? വെട്ടുക. മനസ്സിലായോ? ഈ വിരൽത്തുമ്പിന്റെ അത്രത്തോളം ഒന്ന് വെട്ടുക. അതോടുകൂടി സ്ത്രീകൾ തഹല്ലുലായി. പുരുഷന്മാര് ഈ മുടി മുഴുവനും നീക്കം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് മാത്രം, അത് നമ്മൾ കാണും. ചില ആളുകൾ വേറെ ഏതെങ്കിലും രാജ്യക്കാരായിരിക്കും, ഭാര്യയുടെ കത്രിക വാങ്ങിച്ചിട്ട് ഇവിടുന്ന് 2 എണ്ണം കട്ട് ചെയ്യും. അത് സുന്നത്തില്ല. സ്വഹാബിമാര് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേപോലെ കുറച്ചിരുന്നു. മനസ്സിലാക്കുക, ഒരേപോലെ കുറച്ചിരുന്നു. എടുക്കുകയാണെങ്കിൽ മുഴുവൻ എടുത്തിരുന്നു. അതല്ലാതെ മുന്നിൽ ഭാഗം 2 എണ്ണം കട്ട് ചെയ്യുന്ന സ്വഭാവമില്ല, അത് നബിയിൽ നിന്നില്ല. മനസ്സിലാക്കുക. അപ്പൊ ഈ 2 ഓപ്ഷൻ നമുക്കുണ്ട്. അതിൽ പരിപൂർണത കൈവരിക്കണമെങ്കിൽ ആദ്യത്തേതാണ് വേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ മുടി കൊടുക്കാൻ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും ഓപ്ഷനായിട്ട്. പക്ഷെ ജീവിതത്തിൽ നമുക്കിനി ഈ മുടി നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് പകുതി വെച്ച് നിർത്തി, അല്ലെങ്കിൽ മുഴുവനാക്കാതെ വെച്ചെന്ന് വിചാരിക്കാം. ഇനി നമുക്കൊരു ഉംറ ഉണ്ടോ, അല്ലെങ്കിൽ ഇനി തിരിച്ചു പോക്കുണ്ടോ? നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല, കഴിഞ്ഞില്ല കാര്യം. അതുകൊണ്ട് കൊടുക്കുന്ന സമയം നമ്മൾ റബ്ബിന് മുഴുവനും കൊടുക്കുക. ഇനി അങ്ങനെ കൊടുക്കാതെ പല കാരണം നമുക്കുണ്ടാവും. എന്തുകൊണ്ട്? എന്തല്ല, ഉംറ നഷ്ടപ്പെടുന്ന കാര്യമല്ല. ഇതാണ് ഉംറയുടെ ഒരല്പം ഭാഗം. മനസ്സിലായോ? ഇനി ഇൻഷാ അള്ളാ ബസ്സിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഞാൻ നിങ്ങളുടെ രൂപങ്ങൾ പറഞ്ഞ. ഇനി നമ്മൾ നബി ഉംറ ചെയ്തതിന്റെ ചരിത്രങ്ങൾ എന്ത് ചെയ്യും? ബസ്സിൽ വെച്ച് പറഞ്ഞുതരും. നബിയുടെ യാത്ര, നബി ആദ്യം ഉംറക്ക് പോകുമ്പോൾ ഹിജറ 6-ാം വർഷം, പിന്നെ ഹിജറ 7-ാം വർഷം, പിന്നെ അവസാനം ഹജ്ജത്തുൽ വിദാഇന്റെ ഈ ചരിത്രങ്ങൾ ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് തന്നാൽ ബസ്സിൽ വെച്ച് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ കേട്ട കാര്യങ്ങൾ ഒരു പക്ഷേ ആദ്യമൊക്കെ കോൺഫിഡൻറ്റോടുകൂടി കേട്ടിരുന്നവരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഇപ്പോഴും പിന്നെ ഹോട്ടലിലുള്ളവരുണ്ട്, ഇപ്പോഴും പിന്നെ തവാഫിൽ നിൽക്കുന്നവരുണ്ട്, ഇപ്പോഴും സഫയിൽ നിൽക്കുന്നവരുണ്ട്. എനിക്കറിയാം, സ്വാഭാവികമാണ്. കുറച്ച് സമയം, എത്ര സമയം സംസാരിച്ചിട്ടുണ്ടാവും? അരമണിക്കൂറാ. ഇതിൻ്റെ വീഡിയോ ഇൻഷാ അള്ളാ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. ഇൻഷാ അള്ളാ ഈ ബുക്ക് കൂടി നിങ്ങൾ റെഫർ ചെയ്യുക. പ്രാർത്ഥനകൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഫലസ്തീനിൻ്റെ മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥന മറക്കാതിരിക്കുക. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ വിട്ടുകളയാതിരിക്കുക. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മളെ നോവിച്ചവർ, നമ്മളെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിക്കാതെ, പടച്ചോനെ അവന് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നമ്മളെ ഇടങ്ങേറാക്കിയവനിന്റെ ഏതെങ്കിലും ഇടങ്ങേറിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോനോട് പറയാം, അള്ളാഹുവേ എന്നെ പ്രയാസപ്പെടുത്തിയവന് നീ പുറത്തു കൊടുക്കണേ. അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന ഉണ്ടല്ലോ, അതിന്റെ ആഴം, അതിന്റെ ഭാരം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവേ അവനിൽ നിന്ന് അത് എത്രയും പെട്ടെന്ന് ഉയർത്തി കൊടുക്കണേ എന്ന് അവന്റെ അഭാവത്തിൽ അവൻ പോലും അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, അള്ളാഹു നമുക്ക് നൽകുന്നൊരു ഓഫർ ഉണ്ട്. നമ്മുടെ കൂടെ
ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ ഡ്യൂട്ടി ഇതാണ്. തൻ്റെ സഹോദരൻ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ അറിയാതെ ദുആ ചെയ്യുന്ന ദുആക്ക് മലക്കുകൾ ആമീൻ പറയുകയും നിനക്കും അപ്രകാരം ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനകളിൽ നമ്മൾ പല കാര്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട്. പക്ഷെ അള്ളാഹിനോട് പറയേണ്ടത്, അള്ളാഹുവെ നല്ല മരണം നൽകണേ അള്ളാഹ്. പടച്ചോനെ, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നമസ്കാരം നിലനിർത്തുന്നവരാകണേ അള്ളാഹ്. അള്ളാഹുവെ, ഞാൻ കൊടുത്ത വസിയ്യത്തുകൾ എൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ദീനിന്റെ തണലിൽ ജീവിക്കുന്നവരാകണേ. എൻ്റെ മക്കളിൽ ഒരാൾ പോലും തെറ്റിപ്പോകല്ല അല്ലാ. എൻ്റെ ഇണ പടച്ചറപ്പൻ്റെ എൻ്റെ കുടുംബം നിനക്ക് തൃപ്തിയുള്ള കുടുംബമായി അള്ളാഹുവെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണേ. ഇതൊക്കെ നമ്മൾ പാരത്രിക വിജയത്തിനു വേണ്ടി ധാരാളം പ്രാർത്ഥിക്കാം നമ്മൾ. അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ തവാഫ് വിദാ ശരിക്കും ഹജ്ജിലേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ഒരാൾക്ക് ഉംറ ചെയ്യുന്ന സമയത്ത് തവാഫ് കഴിഞ്ഞിട്ട് വീണ്ടും തവാഫ് ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്, തവാഫ് ചെയ്യാം. കാരണം തവാഫിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഓരോ കാലെടുത്ത് വെച്ച് അത് ഉയർത്തുമ്പോഴും ഒരു പാപം പൊറുക്കുകയും ഒരു നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഹജ്ജില് വിദായിന്റെ തവാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉംറയിൽ ശരിക്കും വിദായിന്റെ തവാഫ് നബി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ഒരു ദിവസം കൂടി അവിടെ ഉണ്ടാവുമല്ലോ, നമ്മൾ എത്തുന്ന ദിവസം അല്ലാതെ ഒരു ദിവസം കൂടി ഉള്ള സമയം ഒരാൾക്ക് തവാഫ് ചെയ്യണം തോന്നിയാൽ തവാഫ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മീഖാത്തിൽ എത്തുന്ന സമയത്ത് നബിയുടെ സുന്നത്ത് ഏതെങ്കിലും ഒരു ജമാഅത്തിൽ അവിടെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ജമാഅത്തിൽ, ആ ജമാഅത്തിൽ ഇപ്പോൾ സുബൈക്കാണ് നമ്മൾ എത്തിയെങ്കിൽ സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അതല്ലാതെ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകമായി 2 റക്അത്ത് നബി പഠിപ്പിച്ചിട്ടില്ല. ഇഹ്റാമിന് വേണ്ടി പ്രത്യേകമായി 2 റക്അത്തില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ചെയ്യാം. ഇനി നിസ്കാരമൊന്നും ഇല്ല അവിടെ, മനസ്സിലായോ? നമ്മൾ വഴി വെച്ച് സുബൈ കിട്ടി, നമ്മളവിടെ ചെന്നു, നമുക്ക് വേണമെങ്കിൽ ഈ ഒളുവിന് ശേഷമുള്ളൊരു സുന്നത്ത് നിസ്കാരമുണ്ട്. നമ്മൾ പല ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒളു എടുത്തതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ബിലാലെ നിന്റെ കാലടി ശബ്ദം സ്വർഗത്തിൽ കേട്ടിട്ടോന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹം പറയണം, നബിയിൽ നിന്ന് ഞാൻ കണ്ട ഒരു മാതൃക, വദു എടുത്താൽ ഞാൻ വദുവിൽ നിന്നുള്ള ശേഷമുള്ള 2 റക്അത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. മനസ്സിലായോ? വദുവിന് ശേഷമുള്ള 2 റക്അത്ത് ഒരു ജമാഅത്തോടെ നടക്കണില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇല്ല നോക്കിയാലാണ് ചിലപ്പോൾ പേടി കൂടുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ, വളരെ ഭംഗിയായി നമ്മൾ ആഗ്രഹിച്ചതിലേറെ ഏറ്റവും എളുപ്പമായി നിർവഹിക്കാൻ. എളുപ്പം എന്ന് ഉദ്ദേശിച്ചാൽ യാത്രക്കിടയിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമ്മൾ എത്ര ഒരുങ്ങിയാലും ചില കാര്യങ്ങൾക്ക് ചില ഡിലേ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഭംഗിയായി ഉമ്മമാരായിട്ട് പോകുന്നവരുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട്, അഥവാ മക്കളുണ്ടാവാം, ഉമ്മയുടെ അനിയത്തി, ഉമ്മയുടെ ഉമ്മ ഉണ്ടാവും, ഒക്കെ പോകുന്നുണ്ട്. അവർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. അതുകൊണ്ട് പടച്ചോറെ അവർക്ക് വളരെ ഭംഗിയായി ഉംറ നിർവഹിക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഈ കഴിഞ്ഞ ഉംറക്ക് പോകുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മമാരാണ് ആദ്യം കഴിഞ്ഞത്. മനസ്സിലായോ? മറ്റൊരു ലാസ്റ്റാണ് കിട്ടിയത് അവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവർ കൊച്ചിരി പ്രയാസത്തിലാവും. പക്ഷെ അവർക്കല്ല എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഒരു സഹായ റബ്ബ് അവരെ കൊടുക്കും, ഒരു എളുപ്പം കൊടുക്കും അവർക്ക്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നിൽ കൂടി ഞാൻ മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്യും, ഒന്നും ടെൻഷൻ വേണ്ട. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങാം. പോകുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക, ഈ മുടി മുറിക്കാനുള്ള കത്രിക കയ്യിൽ കരുതാൻ മറക്കരുത്. മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം പോലും മറ്റുള്ളവനോട് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക. മനുഷ്യനാണ്, ചോദിക്കേണ്ടി വരും, മറവി ഉണ്ടാവും. എങ്കിലും പോകുമ്പോൾ ചില കാര്യങ്ങൾ എഴുതി വെച്ച് ഇന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കും. എന്നാലും ഉണ്ടാവും ചില കാര്യങ്ങൾ മറന്നത്. മനസ്സിലായോ? അത് മനുഷ്യൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ സഹായം കൂടി ഉണ്ടാവും. പടച്ച റബ്ബ് വളരെ ഭംഗിയായി ഉംറ നിർവഹിച്ച് തിരിച്ചു വരാൻ തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉംറ കൊതിച്ച് ദുനിയാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ റബ്ബെ നിന്നോട് തഹജ്ജുദിലുമൊക്കെ ദുആ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നിന്റെ കഅബാലയത്തെ കാണാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. പടച്ച റബ്ബെ ഞങ്ങളുടെ ഈ ആഗ്രഹം ഒരുപാട് നാളുകൾക്ക് ശേഷം അള്ളാഹുവെ പൂവണിയാൻ പോവുകയാണ്. ഒരുപാട് നാളുകളായി കൊണ്ടു നടന്നൊരു ആഗ്രഹമാണ്. അള്ളാഹുവെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ എളുപ്പത്തിൽ വളരെ ഭംഗിയായി ഉംറ നിർവഹിക്കാൻ തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. അള്ളാഹുവെ ഉംറയുടെ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ച വിഷയത്തിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ ഈ പോകുന്നതിന് മുൻപ് അതിനൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ മാക്സിമം അതിനുവേണ്ടി ശ്രമിച്ച് തിരിച്ച് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ നാളെ നിന്റെ മുമ്പിലേക്ക് എത്തും. പഠിച്ചോനെ ഈ
കാണുന്ന അവസ്ഥ എനിക്ക് അള്ളാഹുവിന് നൽകണം. കാരണം ചില ആളുകൾക്ക് അള്ളാഹു ഹജ്ജും ഉംറയും അള്ളാഹിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്താലും അതിന് പോകുന്നതിന് മുൻപ് തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യുകയും പോയി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവെ സ്വീകരിക്കണേ, എന്തെങ്കിലും ന്യൂനതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് അള്ളാഹുവെ അമലുകൾ സ്വീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുക. പടച്ചറബ വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ, യാത്രയും മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ അജ്മൽ സാഹിബ് സംസാരിക്കുന്നതാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.